والأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجل، ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم، سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم، والآل والصحب ثم التابعين فهم أهل التقى والنقاء والحلم والكرم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا صاحب الوقت جبهتي تحت نعالكم، وأعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري، يا مطلب الحاجات عبد القادر، يا صاحب الأدمير كل ناصري، يا مطلب الحاجات خواجة سنجري، يا صاحب المدبور كل حافظي، يا مطلب الحاجات سيم الولي. ആദരണീയരായ പണ്ഡിതന്മാരെ, ഈ അടുക്കം പള്ളിയുടെയും ഉളയം ജുമാ മസ്ജിദിൻ്റെയും കമ്മിറ്റി ഭാരവാഹികളെ, സ്വാഗത സംഘം ഭാരവാഹികളെ, ഇവിടെയുള്ള ഉസ്താദുമാരെ, ഈ മഹല്ലത്തിലെ പരിസരങ്ങളിലെയും ആദരണീയ വ്യക്തിത്വങ്ങളെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇൽമിന്റെ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന ഇബാദത്തായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ മുഹബ്ബുകളെയും, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, മനോഹരമായ നമ്മുടെ പള്ളി നിർമ്മാണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയവർ, അതിന് സമ്പത്ത് ചെലവ് ചെയ്തവർ, നാവുകൊണ്ട്, നമ്മുടെ ഊർജം കൊണ്ട് അതിന് പരിശ്രമിച്ചവർ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, ഇവിടെ എത്തിയപ്പോൾ ഭക്ഷണം തന്നവർ, സ്വീകരിച്ചവർ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെയും അവരെയും അവന്റെ കത്തികാളുന്ന നരകാഗ്നിയെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമുക്കും അവർക്കും അവന്റെ പരിശുദ്ധമായ സ്വർഗലോകത്തിൽ അള്ളാഹു ഇടം നൽകി സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ അള്ളാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ റാഹത്തോടെ അവന്റെ ദീനിന്റെ ഖിദ്മത്തിൽ അള്ളാഹു നമുക്കും അവർക്കും ദീർഘ ആയുസ്സു നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസുകളായി അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, റമദാൻ മാസത്തിന്റെ മണമടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പഴമക്കാര് പറയാറുണ്ട്, ബറാഅത്ത് കഴിഞ്ഞാൽ റമദാനിന്റെ മണമായി. ശഅബാനിലെ പ്രധാനപ്പെട്ട രാവ് ബറാഅത്ത്, ലൈലത്തുൽ ബറാഅ. അത് കഴിഞ്ഞ് നാം ഇപ്പോൾ റമദാനിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന പരിശുദ്ധമായ സൂക്തം ഇറങ്ങിയ മാസം കൂടിയ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടുന്ന മാസമാണ്. വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട, റമദാനിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു സമയമാണ്. അള്ളാഹു റമദാനിലേക്ക് നമ്മെ എത്തിക്കട്ടെ. ഒരുപാട് ഇബാദത്തുകൾ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ ഔത്സുഖ്യത്തോടുകൂടി ചെയ്ത് സന്തോഷത്തോടുകൂടി റമദാനിനെ സ്വീകരിക്കാൻ, ലൈലത്തുൽ ഖദ്റിന്റെ ബറക്കത്ത് കിട്ടാനും ലൈലത്തുൽ ഖദ്റിന്റെ അനുഗ്രഹം ലഭിക്കാൻ, റാഹത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങൾ ആവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണിതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്തോഷങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകുന്ന അനുഗ്രഹങ്ങൾ, എത്രയാണ് അല്ലാഹു നമുക്ക് അനുഗ്രഹം തന്നിരിക്കുന്നത്, എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്ത് തന്നിരിക്കുന്നത്. പുറത്ത് ഈ ശബ്ദം കേൾക്കുന്ന ആളുകളെ മുഴുവനും സദസ്സിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ ദീനൊരൽപ്പം സംസാരിച്ച് ദുആ ചെയ്തിട്ട് പിരിയാം. ആരും പുറത്ത് നോക്കി നിൽക്കാതെ, അത്യാവശ്യം വളണ്ടിയേഴ്സ് ഒക്കെ വേണമെങ്കിൽ നിൽക്കാമെന്നല്ലാതെ ആരും പുറത്ത് കാണികളോ കേൾവിക്കാരോ ആകാതെ സദസ്സിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുക. അള്ളാഹു നമ്മെല്ലാം സ്വർഗത്തിലും സംഗമിപ്പിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് നമുക്ക് നിഅമത്ത് തന്നിരിക്കുന്നത്. നമ്മെ പടച്ചു പരിപാലിച്ച, പ്രപഞ്ചത്തെ മുഴുവനും സംവിധാനിച്ച, എല്ലാ നന്മകളും നമുക്ക് നൽകിയ പടച്ച റബ്ബ്, ആ റബ്ബിന്റെ വളരെ വിനീതരായ പാവങ്ങളായ അടിമകളാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതല്ലാത്തതൊന്നും നമ്മുടെ കയ്യിലില്ല. അല്ലാഹു നൽകിയതല്ലാത്തതൊന്നും നമ്മുടെ ശരീരങ്ങളിലില്ല. അല്ലാഹു തരാൻ ഉദ്ദേശിക്കുന്നതല്ലാത്തതൊന്നും നമുക്കാരും തരുന്നുമില്ല. മുഴുവനും അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നടന്നു പോവുകയാണ്. ഞാൻ ഉയർത്തുന്ന കൈ പടച്ചവന്റെ കാരുണ്യമാണ്. ഉയർത്തിയ കൈ താഴ്ത്തണമെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹം ആവശ്യമാണ്. ഇന്നിപ്പോൾ സജീവമായി നടക്കാനും നിൽക്കാനും ഒക്കെ കഴിയുന്ന കാലുകൾ നാളെ ചലനശക്തി ഉണ്ടാകണമെന്നില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുകയാണ്. ഈ നാവിന് നാളെ സംസാരിക്കാൻ കഴിയണമെന്നില്ല. അള്ളാഹു നമ്മുടെ നിഅമത്ത് നിലനിർത്തി തരട്ടെ. സഹോദരങ്ങളെ, ഇന്ന് കാണുന്ന കണ്ണുകൊണ്ട് നാളെ കാണാൻ കഴിയണമെന്നില്ല. ഇന്ന് നല്ല ആരോഗ്യമുള്ള പവറുള്ള മനുഷ്യനാണ്, നല്ല ചിന്താശക്തിയും ബുദ്ധിജീവിയുമാണ്. നാളെ മാനസിക രോഗിയായി കൂടുന്നില്ല. ഓരോ സമയത്തും അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല
അവന്റെ ഔദാര്യത്തിൽ നിന്ന് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രതീക്ഷിക്കുന്ന, അത് കിട്ടണമെന്ന് ചിന്തിക്കുന്ന വളരെ പാവപ്പെട്ട അടിമകളാണ് നാം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദിക്റിലായി ജീവിക്കാൻ, അവനെ ഓർമ്മിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ ബോധിപ്പിക്കുന്നു. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. നിങ്ങൾ എനിക്ക് ദിക്ർ ചൊല്ലുക, അദ്കുറുക്കും, നിങ്ങൾക്ക് ഞാൻ കൂലി തരും. നിങ്ങളെ ഞാൻ ഓർമ്മിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഫലം തരും, നിങ്ങൾക്ക് ഞാൻ ഖൈർ തരും. വഷ്കുറൂ ലീ, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാകണം. വലാ തക്ഫുറൂൻ, നിങ്ങൾ ഒരിക്കലും നന്ദി കേട് കാണിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചിന്തിക്കുന്ന, അവൻ ഓർമ്മിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല യഥേഷ്ടം കൊടുക്കുകയാണ്. നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി കൊടുക്കുന്നത് എങ്ങനെ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പെട്ട നമുക്ക് അതിന്റെ ബഹുമാനം പറയാനില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ കൽബിലുണ്ടായാൽ ചെയ്യുന്നത് മുഴുവനും അള്ളാഹു തആല കൂലി തരും. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർമ്മിക്കുക, ഞാൻ നിങ്ങൾക്ക് കൂലി തരും. ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വെറും ദിക്ർ ചൊല്ലൽ മാത്രമല്ല, അതിലൊരു ഭാഗമാണ് ഈമാനോട് കൂടി മുസ്ലിമായി ജീവിക്കുക എന്നതിന്റെ താല്പര്യം. അള്ളാഹുവിനെ ഓർമ്മിച്ച് ജീവിക്കുക. സഹോദരങ്ങളെ, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മഹത്വം, പൂർവകാല ഉമ്മത്തിനൊന്നുമില്ലാത്ത മഹത്വം. എന്ത് ചെയ്താലും കൂലി കിട്ടും, എന്ത് നന്മ ചെയ്താലും കൂലി കിട്ടും. അത് വലിയ കാര്യമാകണമെന്നില്ല. അജബൻ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ ഇന്ന സ്വബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇന്ന സ്വബതുഹു ളറാഉ സബറ ഫകാന ഖൈറൻ ലഹു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അജബൻ ലിഅംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യത്തിൽ അത്ഭുത. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ മുഴുവൻ കാര്യങ്ങളും അവൻ ആഖിറത്തിൽ കൂലി കിട്ടുന്നതാണ്. കണ്ടോ നിങ്ങൾ, നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പാസ്സായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുക. നമ്മുടെ മക്കൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എനിക്കൊരു മകളുണ്ട്, 3 വയസ്സ്, 3ാം ക്ലാസ് പഠിക്കണ ഒരു ആമിന മകൾ. അല്ലാഹു റഹ്മത്താക്കി തരട്ടെ. എല്ലാ മക്കളെയും അല്ലാഹു ഖുർആൻ ഫൈനായ മക്കളാക്കി തരട്ടെ. മോളോട് ഞാൻ ചോദിച്ചു 2-3 ആഴ്ച മുമ്പ്, സ്കൂളിന്റെ റിസൾട്ട് വരാനായി. ഞാൻ ചോദിച്ചു, മോള് സ്കൂളിൽ പോയി നോക്കുന്നില്ലേ, പരീക്ഷയൊക്കെ ജയിച്ചോന്നറിയണ്ടേ? അപ്പൊ ഇവളെന്നോട് പറഞ്ഞു, അത് പോയി നോക്കണമെന്നില്ല വാപ്പ, എന്തായാലും ജയിക്കും. അപ്പൊ ഇവളെ അക്കല് കൊണ്ട് പറഞ്ഞൊന്നുമല്ല. ഞാൻ അതെന്താ അത്ര ഉറപ്പ്, നീ അത്രയും ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ടോ? അതുകൊണ്ടൊന്നല്ല, സ്കൂളിൽ ആരും തോക്കലില്ല. ഉണ്ടോ? സ്കൂളിൽ ആരും തോൽക്കലില്ല. ഇരിക്കുന്ന കുട്ടികളൊന്നും തോക്കലില്ല, ഇവളായിട്ട് തോക്കൂലോ. അതുകൊണ്ട് ഇവള് പറഞ്ഞു ഞാനും ജയിക്കൂ. ഇതുപോലെയാ ഒരു കണക്കിന് ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട പരാജയപ്പെടാൻ പണിയാ. അല്ലാഹു നമ്മളെ വിജയികളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ വിജയികളിൽ പെടുത്തട്ടെ. ഓ സഹോദരങ്ങളെ, ഏത് വിഷയത്തിനും കൂലി തരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖൽബിൽ ഈമാൻ വേണമെന്നേ ഉള്ളൂ, ഖൽബിൽ നല്ല ചിന്ത വേണമെന്നേ ഉള്ളൂ. ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി തരുമെന്ന് അവന്റെ ഹബീബായ തങ്ങൾ ഓഫർ ചെയ്യുന്നു. നിങ്ങൾ നോക്ക്, നമ്മൾ സാധാരണ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ വലിയ വിഷയങ്ങളാണ്. അതൊന്നുമല്ല സാധാരണ മനുഷ്യൻ സാധാരണ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഒരു മനുഷ്യന് കാലിൽ ചെരുപ്പ് ധരിക്കാതെ പുറത്തിറങ്ങൽ പതിവില്ല. 2 കാല് ഒന്നിച്ചിട്ട് വെക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വെക്കൂല. അങ്ങനെ വെച്ചാൽ അയാൾക്ക് ചെരുപ്പ് ധരിക്കാൻ പറ്റൂല. ഒരു കാലല്ലേ ചെരുപ്പിൽ ആദ്യം എടുത്തു വെക്കൂ. അത് നിന്റെ വലത്തെ കാലായാൽ ഫകാന ഖൈറൻ ലഹു, നിനക്ക് കൂലി കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷൂ ധരിച്ച മനുഷ്യൻ, ചെരുപ്പ് ധരിച്ച മനുഷ്യൻ പള്ളിയിൽ കയറുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോ, അല്ലെങ്കിൽ എവിടെങ്കിലും കയറുമ്പോ ചെരുപ്പ് അഴിച്ചു വെക്കുകയാണ്. 2 കാല് ഒന്നിച്ചഴിച്ചാൽ തലകുത്തി താഴെ വീണ് പോകൂലേ? ഷൂവിൽ നിന്ന്, ചെരുപ്പിൽ നിന്ന് 2 കാല് ഒന്ന് ചൂരാൻ പറ്റുമോ? ഇല്ല. ഒരു കാലല്ലേ ഊരാൻ പറ്റൂ. ഒന്ന് ഉറപ്പിച്ച് നിർത്തിയിട്ടല്ലേ മറ്റേ കാല് വലിക്കുന്നത്. മോനെ, ഇടത്തെ കാല് നീ ആദ്യം ഒന്ന് ഊരുക. ഫകാന ഖൈറൻ ലഹു, ഖൈറാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
പാസ് മാർക്ക് റെഡിയാണ്, അതിൽ സംശയമില്ല. മുത്തുനബിന്റെ വാക്കാണ്, പൊയ് വാക്ക് പറയൂല. നിന്റെ വായിൽ കഫം വന്നുപോയി, തുപ്പുനീര് വന്നുപോയി, നിനക്കൊന്ന് തുപ്പണം, പുറത്തേക്ക് തുപ്പിക്കളയണം. റൗണ്ടിൽ ഒരാൾ തുപ്പുവോ ഇല്ല, ഒരു സ്ഥലത്തേക്കല്ലേ തുപ്പുള്ളൂ. അതൊന്ന് ഇടതുഭാഗത്തായാൽ നിനക്കൊരു ചെലവില്ലല്ലോ, ഒരു രൂപന്റെ ഒരു നാണയത്തിന്റെ ചെലവ് അധികമില്ലല്ലോ. നീ ഇടതുഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചു തുപ്പിയാൽ നിനക്ക് പാസ് മാർക്കാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷർട്ട് ധരിക്കുക, ബനിയൻ ഇടുക, ഒന്ന് വലത്തേ കൈയിടുക, ഒരു പണിയുമില്ല. നമ്മൾ വാങ്ങിയ ബനിയൻ നമ്മുടെ 2 കൈ, ഒരു പണിയുമില്ല. ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ 2 കൈയും നമ്മുടെ തന്നെയാ, 2 കഴുകിയിട്ടുണ്ട്. വലത്തേ കൈ കൊണ്ട് കഴിച്ച മോനെ, നിനക്ക് ചെലവൊന്നും കൂടുതലില്ല, ഒരു നട്ടും അതുകൊണ്ട് വരാനില്ല, നിനക്കത് കൊണ്ട് കൂലി തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഭക്ഷണം കഴിച്ചിട്ട് സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞ നേതാവ്, വെള്ളം നീ കുടിക്കേണ്ടതുപോലെ കുടിച്ചാൽ സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞ്, ചെരുപ്പ് ധരിച്ചാൽ പോലും സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് നീ ഒന്ന് ശ്രദ്ധിച്ചു തുപ്പിയാൽ നിനക്ക് ആഖിറത്തിൽ കൂലി കിട്ടുമെന്ന് പറഞ്ഞ് ഏറ്റവും ഖൈറായ ഒരു ഉമ്മത്തിന്റെ അവകാശികളെ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയാണ്, നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് ഞാൻ കൂലി തരും. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ദുനിയാവിലും മാത്രമല്ല, എന്റെ ചെറുപ്പക്കാരോട് എനിക്കൊരല്പസമയം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തന്നിട്ടുണ്ട്. ഈ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് കിട്ടുന്ന നിഅമത്ത് മറ്റൊരാൾക്കും അല്ലാഹു കൊടുത്തിട്ടില്ല, ഒരു പൂർവ്വകാല ഉമ്മത്തിനും അല്ലാഹു കൊടുത്തിട്ടില്ല. ഈ ഉമ്മത്തിന് എന്ത് ചെയ്താലും അല്ലാഹു കൂലി കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നാ മോനെ, ദുനിയാവിൽ നീ ഒരു ചിന്ത ചെറിയ നിലക്ക് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഗുണം നിനക്ക് കിട്ടുന്നത്. നാം മരിച്ചിട്ട് ആഖിറത്തിലെത്തിയാലോ അവിടെയും ഏറ്റവും പവറുള്ള ഉമ്മത്ത് ഈ ഉമ്മത്ത് തന്നെയാണ്. അതേ സമയത്ത് അവിടെ ചില ആളുകൾ കരഞ്ഞു പോകുന്ന ഒരു രംഗമുണ്ട്. ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ കരഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. ഏതാണെന്നറിയോ നിങ്ങൾ? അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഫാറഖൽ ഫരീഖാനി ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക്, ഒരു വിഭാഗം നരകത്തിലേക്ക്. സ്വർഗ്ഗത്തിലേക്ക് തിരിക്കപ്പെടുന്ന ആളുകൾക്ക് എന്തൊരു സന്തോഷമാണ്, അവരുടെ മുഖം ഇങ്ങനെ കത്തി കത്തി പ്രകാശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്. നമ്മുടെ നാട്ടുകാര് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ തന്നെ സഹായിച്ച, ഗൾഫിൽ നിന്നൊക്കെ സഹായിച്ച ആളുകൾ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ഇതിന്റെ സംഘാടകർക്ക് മുഴുവൻ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, ഈ പള്ളി കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. പുതിയ പള്ളി, അതിന്റെ പ്രൗഢി കാണുമ്പോ എന്തൊരു ആനന്ദമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു നല്ല വീട്, ആ വീടിന് ഒരു കടമൊന്നുമില്ല, ചുറ്റുഭാഗങ്ങളിലൊന്നും അങ്ങനത്തെ വീടില്ല. നല്ല പത്രാസുള്ള ഒരു വീട്. ആ വീട് കുടിയേലിന് മുതലാളി തങ്ങളെയും വിളിച്ചു, ഉസ്താദിനെയും വിളിച്ചു, കൂട്ടുകാരെയും വിളിച്ചു, നല്ല പന്തലൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ആ വീടിന്റെ കുടിയേലിന് വേണ്ടി, ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്ന ഒരു പോക്ക്, അവന്റെ കൽവിൽ എന്തൊരു സന്തോഷമാ. ഈ വീടിനൊരു സങ്കടവുമില്ല, എല്ലാം റാഹത്തായി നടന്നൊരു വീട്. കുടിയേലിന് പോവുകയാണ്, ഉദ്ഘാടനത്തിന് പോവുകയാണ്, അവന്റെ മനസ്സിന് എന്തൊരു സന്തോഷമാണ്. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വീട് അടുത്ത വർഷം നിങ്ങൾ നോക്കൂ, ഒരു മഴക്കാലം അങ്ങ് കഴിഞ്ഞാൽ എത്ര പവറുള്ള പെയിന്റ് അടിച്ചാലും അതിന് മങ്ങലേൽക്കാതിരിക്കില്ല. മഴ കൊണ്ടാൽ പെയിന്റ് പോകില്ല എന്ന് പരസ്യക്കാരൻ പറയും. പക്ഷേ കാലം കുറച്ച് കഴിയുമ്പോ ഇതിന്റെ പെയിന്റ് മങ്ങലേൽക്കും. ഇതിനേക്കാൾ നല്ല പവറുള്ള ബിൽഡിങ്ങിനപ്പുറത്തും വിദഗ്ധനായ മറ്റൊരു എഞ്ചിനീയർ പ്ലാൻ വരച്ചാൽ നിന്റെ വീട് ശ്രദ്ധിക്കപ്പെടാതെയായി പോകുന്നത് ദുനിയാവിലെ വീടാണ് കേട്ടോ. എന്നാൽ ആഖിറത്തിൽ ഉദ്ഘാടനത്തിന് പോകുന്ന വീട്, ആഖിറത്തിൽ സ്വർഗം കിട്ടുന്ന മനുഷ്യൻ, പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറാ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറോ. ഗേറ്റ് തുറന്നുള്ളിലേക്ക് പോകുമ്പോ പെയിന്റ് അടിച്ച സിമന്റ് കട്ടയല്ല ഇന്റർലോക്കാക്കി വെച്ചിരിക്കുന്നത്. പിന്നെയോ വിലപിടിപ്പുള്ള രത്നങ്ങളാണ്, സ്വർണമാണ്, മുത്തുകളാണ്, പവിഴങ്ങളാണ്. ഇത് പുറത്തുള്ളതാണ്. പിന്നെ ഉള്ളിലുള്ളതിന്റെ പത്രാസ് പറയാനുണ്ടോ?
അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ധരിക്കാനതിൽ ലഭിക്കുന്ന തുണിയും സുന്ദുസാ, അൽഹംദുലില്ലാഹ് ജീവിതം എന്തന്തസാ. ആർക്കൊരു സങ്കടമില്ലല്ലോ, എല്ലാവർക്കും ചിരിയോട് ചിരിയാണ് അവിടെ. ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കലില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിന് വെറുപ്പുണ്ടാക്കുന്നത് പറയലില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. കുറ്റകരമായതൊന്നും അവിടെ പറയലില്ല. അവിടെ ഖൽബിലെ സമാധാനമുള്ളത് മാത്രം പറയുന്നു, സന്തോഷമുള്ളത് മാത്രം ചിന്തിക്കുന്നു, നല്ലത് മാത്രം പറയുന്നു. കാരണം നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ആളുകൾ സന്തോഷത്തോടെ അങ്ങോട്ട് പോകും. അതേ സമയത്ത് സ്വർഗത്തിന്റെ നേരെ എതിർദിശയിലല്ലേ നരകം കിടക്കുന്നത്. ഇതിന്റെ സ്ഥാനമല്ല ഞാൻ പറഞ്ഞത്. സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ നരകമല്ലേ കിടക്കുന്നത്. ആ നരകത്തിന്റെ അവസ്ഥ കുല്ലമാനദിജതു ജുലൂദുഹും ബദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. കഠിനകഠോരമായ ശിക്ഷ രുചിപ്പിക്കാൻ വേണ്ടി തൊലികൾ കരിഞ്ഞു പോകുന്ന സമയത്ത് ആവർത്തിച്ചാവർത്തിച്ച് തോലുകൾ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞില്ലേ. ആ ഭയാനകമായ നരകമാണ് ഒരു ഭാഗത്തുള്ളത്. മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നരകാവകാശി ആലോചിക്കും. അതുകൊണ്ട് നരകത്തിലേക്ക് പോകൂല. ദാഹിച്ചു വലഞ്ഞ മനുഷ്യൻ അവൻ മാലിക് അലൈഹിസ്സലാമിനോട് വെള്ളം ചോദിക്കുമ്പോ മാഉൻ ഹമീം, കഠിന കഠോരമായ ചൂടുള്ള ഹമീം എന്ന ചീഞ്ചലമാണ് കുടിപ്പിക്കുന്നത്. വളരെ സങ്കടത്തോടെ ഏങ്ങലടിച്ച് കരഞ്ഞു വിളിക്കുകയാണ്, യാ മാലിക് യാ മാലിക് ഖദ് നവജതു മിന്നൽ ജുലൂദ്. മാലികേ, ഞങ്ങളെ തോലൊക്കെ കരിഞ്ഞുപോയി. യാ മാലിക് ഖദ് അസ്ഖല അലൈനൽ ഹദീദ്. കഴുത്തിലും കാലിലും കൈകളിലുമൊക്കെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് എന്തൊരു ഘനമാണ് ഈ ചങ്ങലക്ക്, സഹിക്കാൻ കഴിയുന്നില്ല. യാ മാലിക് ഖദ് ഹഖ അലൈനൽ വഈദ്. ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ ദുഃഖവും ഞങ്ങളുടെ ശിക്ഷയും ഞങ്ങൾക്ക് ശരിയായ നിലക്ക് ഞങ്ങൾ അനുഭവിച്ചു പോയി. അതുകൊണ്ട് യാ മാലിക് അഖ്രിജ്നാ മിൻഹാ ഫഇന്നാ ലാ നഊദ്. ഒന്ന് ഞങ്ങളെ തിരിച്ചു വിളിക്കുവോ മാലിക്കേ, ഞങ്ങളൊന്ന് പുറത്താക്കുവോ. ഞങ്ങൾ തിരിച്ചു വരാത്ത നിലക്ക് ഞങ്ങളൊന്ന് പുറത്ത് കിടക്കട്ടെ. സുഹൃത്തുക്കളെ, പക്ഷേ സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ഇലാ യൗമുൽ ഖിയാമ ഒരിക്കലും ചിരിക്കാത്ത മലക്കാണ് മാലിക് അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ റൗഫത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല, കാരുണ്യം കിട്ടുമെന്ന് കരുതേണ്ടതില്ല. അവിടെ കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് നരകത്തിലേക്ക് ആളുകൾ പോകൂല. നരകത്തിലും മരണം ഒരു സുഖമാ, പക്ഷെ മരിക്കൂല. അവിടെ മരണമില്ല, പിന്നെ ജീവിതമല്ലാത്തതില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നരകത്തിലേക്ക് ആളുകൾ നടക്കൂല. ഇന്നലദൈനാ അൻകാലം വജഹീമ വതുആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. കൊളത്തി വലിക്കുന്ന ചങ്ങലയുണ്ടേ നബിയേ. മേലെ പല്ലു മണ്ണാക്കും മേൽചുണ്ടൊക്കെ ആ തലയുടെ ഭാഗത്തേക്ക് വലിച്ചങ്ങ് നീട്ടി, താഴ്ചുണ്ടും താടിയെല്ലും ഒക്കെ നെഞ്ഞിന്റെ ഭാഗത്തേക്ക് വലിച്ചങ്ങ് നീട്ടി, നാവങ്ങ് വലിഞ്ഞു മുറുകി കഴുത്തിലും തലയിലൊക്കെ ചുറ്റി വെച്ചു. സബാനിയാക്കള് വലിക്കുന്നൊരു വലിയുണ്ടേ ചെറുപ്പക്കാരാ. ഇന്നലദൈനാൻകാലം വജഹീമാ. കത്തിയാളുന്ന നരകമുണ്ട്, കുടിക്ക് വലിക്കുന്ന ചങ്ങലയുണ്ട്. മുള്ളുകളുള്ള ഭക്ഷണമുണ്ട്. വഅദാബൻ അലീമാ, വളരെ വേദനയുള്ള ശിക്ഷയുണ്ട് നബിയേ. യൗമ യുഖദു ബിന്നവാസി വൽ അഖ്ദാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മൂർദാവും കാലുമൊക്കെ പാദങ്കാലുമൊക്കെ വലിഞ്ഞു മുറുക്കിയിട്ട് ലോഡിങ്ങുകാരി ചാക്ക് കെട്ടെറിയുന്നത് പോലെ സബാനിയാക്കൾ പിടിച്ച് വലിച്ചേർന്ന ഒരു ദിവസമുണ്ട്.
അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്താണ് ഞാൻ പറഞ്ഞത്. ഈ നരകത്തിലേക്ക് ആളുകൾ പോകാതെ ചങ്ങല കൊണ്ടങ്ങ് വലിക്കുന്ന സമയത്ത് മുജ്രിമീങ്ങളായ തമ്മാടികളായ വിഭാഗം നരകാവകാശികൾ അവർ അതാ സബാനിയാക്കളായ മലക്കുകളോട് പറയുന്നു, മലക്കുകളെ നിങ്ങൾ ഞങ്ങളെ വലിക്കല്ല, മലക്കുകളെ നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്കിടല്ല, ഞങ്ങൾക്കൊരു നേതാവുണ്ട്, ആ നേതാവ് വന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങളുടെ അല്പസമയം ഒന്ന് പിന്തിപ്പിക്കുവോ എന്ന് ചോദിക്കുകയാണ് ഈ മലക്കുകളോട്. അപ്പൊ അവര് ചോദിക്കും, നിങ്ങളാരാ? അപ്പോഴാണ് ഈ തമ്മാടികളെ മറുപടി, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്, ഞങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഞങ്ങളെ ഹബീബായ തങ്ങൾ രക്ഷപ്പെടുത്തും, നിങ്ങൾ വലിക്കല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹബീബായ തങ്ങൾ പറയുന്നു, ആ സമയത്ത് സബാനിയാക്കളായ മലക്കുകളുടെ ഗൗരവം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അവര് ശക്തമായിട്ട് ഇവരെ പിടിച്ചു വലിച്ചിട്ട് ചോദിക്കും, നല്ല വിഡ്ഢികളെ, ആദം നബി മുതൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള 1,24,000-ലേറെ വരുന്ന അമ്പിയാക്കളുടെ അനുയായികൾ അവരെല്ലാവരും താല്പര്യത്തോടെ കണ്ടിരുന്ന ഒരു നേതൃത്വമായിരുന്നു, കിട്ടണമെന്ന് ആശിച്ച ഒരു നേതൃത്വമായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വം. അത് നിങ്ങൾക്ക് അല്ലാഹു ഔദാര്യമായി തന്നിട്ട് ഒരു ചെറിയ ചിന്ത ദുനിയാവിന് നിങ്ങൾ മുത്തുനബിന്റെ അനുയായികളാണെന്ന ഒരു ബോധം നിങ്ങളെ കൽവിൽ ദുനിയാവുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുമായിരുന്നല്ലോ. ഒരു പണിയുമെടുക്കാതെ പരാജയപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ടിട്ട് പോലും നിങ്ങൾ പരാജയപ്പെട്ടു പോയല്ലോ, നിങ്ങൾക്ക് രക്ഷയില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. ചെറുപ്പക്കാരെ ഞാൻ പറഞ്ഞത്, ഉമ്മമാരെ ഞാൻ പറഞ്ഞത്, കാർമ്മമാരെ ഞാൻ ഓർമ്മപ്പെടുത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് വിജയിക്കാൻ ചെറിയ ചെറിയ മാർഗങ്ങൾ കൊണ്ട് കഴിയുന്നു. അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവർക്ക് അള്ളാഹു വലിയ പ്രതിഫലം ഓഫർ ചെയ്യുന്നു. അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവർക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറയുന്നു. അള്ളാന്റെ ഖുർആൻ തന്നെ പറയും, നിങ്ങൾ എന്നെ ഓർമ്മിക്ക്, നിങ്ങൾക്ക് ഞാൻ കൂലി തരും. വസ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക. വലാ തക്ഫുറൂൻ, നിങ്ങൾ ഒരിക്കലും അതിര് വിടരുത്, നന്ദികേട് കാണിക്കരുത്. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ഓർമ്മിക്കേണ്ടതിനെ മറന്നുകളയും, പിടിക്കേണ്ടതിനെ വിട്ടുകളയും, ആവശ്യമില്ലാത്തതിനെ മുറുകെ പിടിക്കും. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാ. സഹോദര, അള്ളാഹുവിന് നന്ദി കേട് കാണിക്കരുത് എന്നുള്ള പറയാണ്. എന്തിനെ സഹോദര നന്ദി എന്ന് പറയുന്നത്? ഒരാളൊരു നിഅമത്ത് ചെയ്താൽ നമ്മൾ അദ്ദേഹത്തിനൊരു സ്വാഗതമെങ്കിലും പറയാ, ഒന്ന് സ്റ്റേജിൽ കയറ്റിയിരുത്തുക, ഒന്ന് നമ്മള് അങ്ങനെ ഉണ്ടല്ലോ, ഒരാളുകൾ നമുക്ക് സ്നേഹം തന്ന ആളുകൾക്ക് പകരം ഒരു സ്നേഹം കൊടുക്കുക. അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഒരുപാട് ആളുകൾ സ്വീകരിച്ചവർക്ക് എനിക്കൊന്നും അങ്ങോട്ട് പകരം കൊടുക്കാനില്ല. എനിക്കതുകൊണ്ട് അവർക്ക് ദുആ ചെയ്യാനേ പറ്റും. ഞാൻ അവർക്ക് ദുആ ചെയ്തു, അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അതൊരു നന്ദിയാണ്. ഞാനിവിടെ വരുമ്പോ ആരും ഇല്ല എന്ന് കുട്ടിക്ക് ബേജാറായി പോലെ. ഒരു പരിപാടിക്ക് ഇവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യനില്ല ഇവിടെ, അല്ലെങ്കിൽ ഉള്ള ആളുകളൊന്നും മെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് വലിയ ടെൻഷൻ ഉണ്ടാക്കൂലേ? അതേ സമയത്ത് വരുമ്പോഴേക്ക് തന്നെ ആളുകൾ അത് സ്വീകരിക്കാനും ഭക്ഷണം തരാനും, അവര് എനിക്ക് മാത്രം ഒരുക്കിയ ഭക്ഷണമല്ല, എന്നാലും ഭക്ഷണം ഒരുക്കാനും സംവിധാനങ്ങൾ ഒരുക്കിയവരോട് വന്നവർക്കും ഇല്ലേ ഒരു കടപ്പാട്. ആ കടപ്പാട് ആകെ വീട്ടാൻ കഴിയുന്ന ഒരു വേഗല ദുആയാണ്. അല്ലാഹുവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. പരസ്പരം സ്നേഹമുള്ളവരും കാരുണ്യമുള്ളവരുമാകണം. അള്ളാഹുവിന് നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ മനുഷ്യന് കഴിയോ? ഒരിക്കലും കഴിയൂല. അള്ളാഹ്ക്ക് നന്ദി ചെയ്ത് തീർക്കാൻ വേണ്ടി കഴിയോ? ഇല്ല. എങ്ങനെ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നത്? അള്ളാഹുവിന് നിഅമത്ത് ബോധ്യപ്പെടണം. അള്ളാഹിന്റെ നിഅമത്ത് ബോധ്യപ്പെടണം. നിഅമത്ത് ബോധ്യപ്പെടൽ എങ്ങനെയാ? അതിന് മഹാന്മാര് പറഞ്ഞ ഒരു മാർഗം, നീ ഒരു വിഷയത്തിന്റെ ഗൗരവം നിനക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ മുഖാബലയെ നീ ആലോചിക്കുക. അതാ നിങ്ങൾ നോക്ക്, ഞാനിപ്പോ ഇവിടെ വരുമ്പോ ഈ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട്. മൈക്കിൽ ഉസ്താദുമാര് ബുർദ ചെല്ലുന്നുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ.
അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആരും ആ വകയിൽ ഒരു ഹംദും സലാത്തൊന്നും ചൊല്ലിയില്ല. എന്നാ പെട്ടെന്ന് ഈ ജനറേറ്റർ ഓഫായി പോയി. അള്ളാഹു ആകട്ടെ, ഈ നാട്ടുകാർക്ക് ഓർക്ക് ആമീൻ പറയാൻ തൗഫീഖ് കൊടുക്കണേ അള്ളാഹ്. ആമീൻ ഓർക്കെ പറഞ്ഞാൽ ബർക്കത്തും കൊടുക്കണേ അള്ളാഹ്. പെട്ടെന്ന് ഓഫായാലേ നമ്മളെല്ലാം എന്ത് ചെയ്യും? ആകെ ബേജാറായി. നമ്മള് ഭക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പണിയും നടന്നുകൊണ്ടിരിക്കുക. സ്ത്രീകൾ അരി അരക്കാൻ വേണ്ടി ഗ്രൈൻഡറിൽ അരിയിട്ട് അതിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്, നാം വീട്ടിൽ മഗ്രിബിന്റെ സമയത്ത് ഹാളിൽ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്തിരുന്നു. നിങ്ങളെ കൂട്ടത്തിൽ പലരും ഇന്ന് സ്വിച്ച് ഓൺ ചെയ്തവരുണ്ടാകും. ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് സ്വിച്ച് ഓൺ ചെയ്തവർ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഏത് നല്ലതും തുടങ്ങുമ്പോൾ ബിസ്മിയല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെങ്കിൽ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് സ്വിച്ച് ഓൺ ചെയ്തവർ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ ആ ബൾബ് പ്രകാശിച്ചപ്പോ റൂം മുഴുവൻ നല്ല പ്രകാശമായില്ലേ? കാണാത്ത ഇടങ്ങൾ നമ്മൾ കണ്ടില്ലേ? ആ ലൈറ്റ് കത്തിയ വകയിൽ ഒരു അൽഹംദുലില്ലാ എന്ന് പറയാൻ ആ സമയത്ത് നമുക്ക് തോന്നിയോ? ഇല്ല. കണ്ടോ? നമ്മുടെ ദിക്റും നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയും കണ്ടോ? ഓർമ്മയില്ല. നമ്മുടെ റബ്ബിനെ കുറിച്ചിട്ട് ഓർമ്മ നമ്മുടെ കൽബിലേക്ക് വരുന്നില്ല. വട്ടത്തെഴുന്നേറ്റ് ദിക്റ് ചൊല്ലൽ മാത്രമല്ല ദിക്റ്, ഏത് സമയത്തും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ കൽബിൽ വേണം. അതേ സമയത്ത് ഞാൻ പറയട്ടെ, ഗ്രൈൻഡറിൽ അരിയിട്ടിട്ട് ഉമ്മ അരച്ചുകൊണ്ടിരിക്കുമ്പോ സ്വിച്ച് ഓൺ ചെയ്തപ്പോ ഉമ്മ ഹംദ് ബിസ്മി ചൊല്ലിയില്ല, അരച്ചപ്പോ ഉമ്മ ഹംദും പറഞ്ഞില്ല, ഒരു പണിയും ചെയ്തില്ല. എന്നാൽ ഇടക്കഥ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, അല്ല ഭക്ഷണം തീന്മേശയിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് കറണ്ട് പോയത്. അരി അരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് കണ്ണു ചിമ്മിയത്. എന്നാൽ ഒരൽപ്പം ബോധമുള്ള കുടുംബമാണെങ്കിൽ അവര് പറയും ഇന്നാ ലില്ലാഹ്. അല്പം ബോധം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പറയും ഹലാക്കിന്റെ കറണ്ട്. അവിടെയും കുറ്റം തന്നെ. ഒരല്പം ബോധം ഉണ്ടെങ്കിൽ പറയും സുബ്ഹാനല്ലാഹ് എന്ന് പറയും, അല്ലെങ്കിൽ ഇന്നാ ലില്ലാഹ് എന്ന് പറയും. കണ്ടോ? ഈ ഇന്നാ ലില്ലാഹ് പറഞ്ഞ എന്തിനാണ്? ഈ കറണ്ട് പോകുമ്പോഴാണ് ഇത് ഉണ്ടായതിന്റെ ഗുണം നമുക്ക് മനസ്സിലായത്. ഇത് സ്വിച്ചിട്ടപ്പോൾ കത്തിയിരുന്നു, അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലായില്ല. കറണ്ട് പോയപ്പോഴാണ് ഈ കറണ്ടിന്റെ ബഹുമാനം നമ്മൾ മനസ്സിലാക്കിയത്. ഓ സുഹൃത്തുക്കളെ, ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ നിഅമത്ത് മനസ്സിലാക്കാൻ മഹാന്മാര് പറയുന്നത്, നിഅമത്തിന്റെ മുഖാബില നീ ഒന്ന് ചിന്തിച്ചു നോക്കുക എന്നാണ്. എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ മുമ്പിലുള്ള കസേര, ഈ കസേരക്ക് ആകെ ഒരു 10-300 രൂപന്റെ അപ്പുറം ഈ കസേരക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരു 10-300 രൂപന്റെ കസേരയിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ ഇരിക്കുന്ന നമ്മുടെ വില എത്രയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു പണിയുമില്ലാത്ത ചെറുപ്പക്കാരൻ, ഒരു നയാ പൈസന്റെ വിലയില്ലാത്ത ചെറുപ്പക്കാരനെന്ന് നിങ്ങൾ പറയുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിന് അള്ളത്തിരിക്കുന്ന വില നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോഴല്ലേ റബ്ബിന്റെ നിഅമത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു നല്ല ചെറുപ്പക്കാരൻ, നല്ല ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ ഒരു ഭാണ്ഡവും എടുത്തിട്ട് തോളിൽ ഒരു സഞ്ചിയും ഇട്ടിട്ട് അയാൾ ഇങ്ങനെ നടക്കുകയാണ്. അയാൾക്കൊന്നുമില്ല, അയാൾക്കൊന്നും ജോലിയില്ല, പണിയില്ല, കൂലിയില്ല, ജീവിക്കാൻ ഒരു വകുപ്പുമില്ല. അയാൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് അയാൾ നല്ലൊരു വീട് കാണുന്നത്. ആ വീട്ടിലേക്ക് അയാൾ അതിന്റെ ഗേറ്റ് തള്ളി തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോ നല്ല വീതിയും വിസ്താരവും ഉള്ള വീടാണ്. വീട്ടിന്റെ മുറ്റമാണ്, ഇന്റർലോക്ക് റെഡിയായിട്ട് നല്ല വിലപിടിപ്പുള്ള ഇന്റർലോക്ക് പതിപ്പിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ ഒരു നല്ല ഗേറ്റ് ഉണ്ട്. അവിടുത്തെ വണ്ടിക്ക് കയറാനാണ്, മനുഷ്യന്മാർക്ക് കയറാൻ അപ്പുറവും ഇപ്പുറവും ചെറിയ ഗേറ്റ് ഉണ്ട്. ഉള്ളിലേക്ക് ചെറിയ ഗേറ്റ് തള്ളി തുറന്നു പോയപ്പോ അവിടെ ഒരു ചെറിയ അറ പോലുള്ളൊരു സാധനം ഉണ്ട്. അവിടുത്തെ നായക്ക് താമസിക്കാനാണ്. അതിന്റെ അപ്പുറം വേറെ റൂമുണ്ട്, അവിടുത്തെ ഡ്രൈവറിന് താമസിക്കാനാണ്. അതിന്റെ അപ്പുറത്തൊരു വലിയ വീടുണ്ട്. ആ വീട് അവിടുത്തെ വണ്ടിക്ക് താമസിക്കാനാണ്. ഷട്ടർ താത്തിട്ട് വണ്ടി അതിന്റെ ഉള്ളിൽ എന്ത് റാഹത്തിലാണ് കിടക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ മനുഷ്യൻ ഒന്നുകൂടി നോക്കുമ്പോ എത്ര പത്രാസുള്ള വീടാണ് ഈ മുതലാളിന്റെ വീട്. മുതലാളിന്റെ വീട്ടിലേക്ക് പോകുമ്പോ നല്ല ചാരുകസേരയിൽ മുതലാളി ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ, നല്ല വെളുവെളുത്ത അറബി സ്റ്റൈലിലുള്ള ചെറുപ്പക്കാരൻ, കണ്ണിലൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല റാഹത്തിലിരിക്കുകയാണ്. അയാളുടെ 2 മക്കളുണ്ട്. അപ്പുറം ഇരുന്നിട്ട് ഉപ്പാനോട് എന്തോ കഥ പറയുന്നു. ഇയാളെ ബാക്കിൽ നിന്നിട്ട് ഉമ്മാടെന്തോ സംസാരിക്കുകയാണ്. ഇയാളുടെ ചെറുപ്പക്കാരിയായ സുന്ദരിയായ ഭാര്യ. നല്ല സന്തുഷ്ട കുടുംബമാണ്, നല്ല വീടാണ്. ഈ യാചകനായ
കുരുടനായ മനുഷ്യൻ പാണ്ഡവമെടുത്തു വന്ന് തൊണ്ടയൊന്നുമല്ലേ അനക്കി, കാലൊന്നുമല്ല ഉരച്ചു. എന്നിട്ടൊരു സലാമങ്ങ് നീട്ടിയങ്ങ് ചൊല്ലിയപ്പോ ചെറുപ്പക്കാരൻ വരുന്നത് കണ്ടിട്ട് ഈ ഭാര്യ ഉള്ളിലേക്ക് വലിഞ്ഞു. ഈ മനുഷ്യൻ വന്നിട്ട് ഇയാളോട് പറയാണ്, സലാം പറഞ്ഞിട്ട് സലാമങ്ങ് മടക്കിയപ്പോൾ ഇയാള് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തത്. ഇയാളിങ്ങനെ നോക്കി, വന്ന ചെറുപ്പക്കാരനെ ഈ മുതലാളി ഇങ്ങനെ നോക്കി. മുതലാളി കാണാൻ എന്തൊരു സ്റ്റൈലാണ്. വന്നോൻ അത്ര സ്റ്റൈലൊന്നുമില്ല, പക്ഷെ നല്ല ആരോഗ്യമുണ്ട്. മുതലാളിയോട് ഇയാള് പറയാണ്, നിങ്ങൾക്ക് അല്ലാഹു തആല എന്തൊരു നിഅമത്താ തന്നിരിക്കുന്നത്. നിങ്ങളുടെ പട്ടിക്ക് കിടക്കാൻ ഒരു അറയുണ്ട്, നിങ്ങളുടെ വണ്ടിക്ക് താമസിക്കാൻ വീടുണ്ട്, നിങ്ങൾ ഡ്രൈവർ താമസിക്കാൻ വീടുണ്ട്. നിങ്ങളുടെ വീടിന് എത്രയാണ് പവറുള്ള വീട് നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്നത്. എനിക്ക് എന്റെ ഭൂമിയിൽ, അല്ലാഹുവിന്റെ ഭൂമിയിൽ എന്റെ 2 കാല് വെക്കുന്ന സ്ഥലം പോലുമില്ല. എനിക്കൊന്നും എന്റെ റബ്ബ് തന്നില്ല. ഇയാള് ചോദിക്കുന്നു, നിങ്ങൾക്ക് നല്ല സുന്ദരിയായ ഭാര്യയെ അല്ലാഹു തന്നില്ലേ? എനിക്ക് ഊരില്ലാതെ പേരില്ലാതെ എനിക്കാര് ഭാര്യയെ തരാൻ? നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും ചാടിക്കിടക്കാനും കുശലം പറയാനും 2 നല്ല ഓമനത്വമുള്ള മക്കളെ അല്ലാഹു തന്നില്ലയോ? ഞാൻ രാത്രി ഉറങ്ങുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്, ബസ് സ്റ്റാൻഡിലാണ്, കടയുടെ തിണ്ണയിലാണ്, റോഡിന്റെ വക്കിലാണ്. ഞാൻ എന്നെ ചാടിക്കിടക്കുന്നത് നായക്കുട്ടികളാണ്, ആട്ടിൻകുട്ടികളാണ്. എന്നെ ചാടിക്കളിക്കുന്നത് പലപ്പോഴും മറ്റു ജീവികളാണ്. മനുഷ്യന്മാർ എന്റെ അടുക്കലേക്ക് വരുന്നില്ല, എനിക്ക് കുട്ടികളില്ല. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ബറകത്താണ് തന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വന്നത്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിഅമത്ത് മുഴുവൻ അല്ലാഹു നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങൾക്ക് അല്ലാഹു തന്ന നിഅമത്തിൽ നിന്ന് നിങ്ങൾ വല്ലതും എനിക്ക് തരുവോ? എനിക്ക് പണിയില്ല, വേലയില്ല, കൂലിയില്ല. ഞാൻ എപ്പോഴും പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനാണ്, നിങ്ങൾ എന്നെ സഹായിക്കൂ. ഇതങ്ങ് ചോദിച്ചപ്പോ ഈ കുരുടനായ സുമുഖനായ ഈ മുതലാളി, ചെറുപ്പക്കാരനായ മുതലാളി ഈ മനുഷ്യനോട് തിരിച്ചു ചോദിക്കാനല്ല, എന്റെ റബ്ബ് എനിക്ക് തരാത്തൊരു നിഅമത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എനിക്ക് തന്നാൽ നിങ്ങൾക്ക് എനിക്ക് തന്നത് മുഴുവനും നിങ്ങൾക്ക് ഞാൻ തരാം. ഈ മനുഷ്യൻ വന്ന യാചകൻ ചോദിച്ചല്ല, എനിക്ക് തരാത്ത, നിങ്ങൾക്ക് തരാത്ത എന്ത് നിഅമത്താണ് എന്റെ റബ്ബ് എനിക്ക് തന്നത്? ഈ മനുഷ്യൻ പറയാണ്, നിങ്ങൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, നല്ല സ്റ്റൈലുണ്ട്, ഒക്കെ ഉണ്ട്, എനിക്കൊന്നുമില്ല. ഉടനെ മനുഷ്യൻ, ഈ മുതലാളി കണ്ണടയങ്ങ് ഊരിയിട്ട് പറഞ്ഞു, എടോ എനിക്ക് കണ്ണ് കാണൂല, ഞാൻ കുരുടനാണ്, ഞാൻ സമ്പാദിച്ചിട്ടുണ്ടാക്കിയതല്ല ഇതൊന്നും. എന്റെ ബാപ്പ വലിയ കോടീശ്വരനായതുകൊണ്ട്, എനിക്ക് അനന്തരാവകാശമായി ഒറ്റ മകനായതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്, എന്റേതല്ല, ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതല്ല. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ വീട് കാണാനുള്ള ഭാഗ്യം തന്നില്ലേ? എന്റെ മക്കളെ നീ കണ്ടില്ലേ? എന്റെ ഭാര്യയെ നീ കണ്ടില്ലേ? നിനക്കറിയോ, ഞാൻ ഇന്ന് വരെ എന്റെ ഭാര്യയെ കണ്ടിട്ടില്ല. നീയല്ലേ പറഞ്ഞ സുന്ദരിയായ ഭാര്യ, എന്റെ ഭാര്യയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലടോ. നീയല്ലേ പറഞ്ഞ എന്റെ നല്ല മക്കളും, എന്റെ മക്കളെ പുഞ്ചിരി ഞാൻ ഇന്ന് വരെ ആസ്വദിച്ചിട്ടില്ല, എന്റെ മക്കളെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. നീയല്ലേ പറയുന്നത് എനിക്ക് വലിയ വീടുണ്ട്, ആ വീട് ഞാൻ കണ്ടിട്ടില്ലടോ. നീയല്ലേ പറയുന്നത് എനിക്ക് വലിയ വിലപിടിപ്പുള്ള വാഹനമുണ്ടെന്ന്. ആരെങ്കിലും കൈപിടിച്ച് എന്റെ വാഹനത്തിൽ കയറ്റിയാലല്ലാതെ എനിക്ക് എത്താൻ കഴിയില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തണമെങ്കിൽ ആൾ സഹായം ആവശ്യമാണ്. ഞാൻ എത്ര ചെലവാക്കിയാലും എന്റെ കണ്ണിന് കാഴ്ച കിട്ടൂല എന്നാണ് ഡോക്ടർമാര് പറയുന്നത്. ചെലവാക്കിയിട്ട് കിട്ടുമെങ്കിൽ ഞാൻ എത്രയും ചെലവാക്കാൻ ഒരുക്കമാണ്. പക്ഷെ അങ്ങനെ ചെലവാക്കിയാൽ കാഴ്ച കിട്ടൂല എന്നാണ് ഡോക്ടർമാര് പറയുന്നത്. അതുകൊണ്ട് നിന്റെ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മുഴുവനും കാണാനുള്ള ഭാഗ്യം തന്നില്ലേ? ചെറുപ്പക്കാരാ, കൂട്ടുകാരാ, നിങ്ങളെപ്പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ കണ്ണിന്റെ കാഴ്ച എന്റെ കണ്ണിലേക്ക് നിങ്ങളൊന്ന് സെൻഡ് ചെയ്യുമോ? എനിക്കുള്ള നിഅമത്ത് മുഴുവനും നീ എടുത്തോ, എനിക്കതിൽ പരിഭവമില്ല.
ഇതങ്ങ് കേട്ടപ്പോ ഈ വന്നിരിക്കുന്ന ആരോഗ്യദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ തന്റെ പാണ്ഡവും തന്റെ ശരീരത്തോട് ചേർത്തു പിടിച്ച് തലയും കുനിച്ചൊന്നും പറയാതെ ഇറങ്ങി അങ്ങ് നടന്നു. ഗേറ്റും തുറന്നൊരു 100 മീറ്റർ അപ്പുറം പോയിട്ട് അവനിങ്ങനെ ഈ കൊട്ടാര സമാനമായ വീട് നോക്കിയിട്ട് അവനിങ്ങനെ വിളിച്ചു, അല്ലാ അല്ലാ, നീ തന്ന നിഅമത്തിന്റെ അളവ് മനസ്സിലാക്കാൻ ഒരു കുരുടനായ മുതലാളിയെ കാണേണ്ടി വന്നു. അല്ലാ, നീ എനിക്ക് തന്ന കണ്ണിന്റെ ബഹുമാനം മനസ്സിലാക്കാൻ അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ, സുന്ദരമായ കണ്ണല്ല തന്നില്ലേ, നാം കൊടുത്തില്ലേ എന്നുള്ള തന്നെ ചോദിക്കുന്നുണ്ട്. ആ കണ്ണിന്റെ ബഹുമാനം അറിയാൻ ഈ ചെറുപ്പക്കാരൻ ആലോചിക്കുന്നത് ഒരു 5 കോടി രൂപ കൊടുത്താൽ കണ്ണിന് കാഴ്ച കിട്ടുമെങ്കിൽ ഈ മുതലാളി എന്തും വിറ്റിട്ട് 5 കോടി കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച ഉണ്ടാക്കാൻ നോക്കൂലേ? അപ്പൊ എന്റെ കണ്ണിന് എത്ര കോടിയാണ് ഞാൻ വിലയിടേണ്ടത്? റബ്ബേ, നീ എനിക്കൊന്നും തന്നില്ല എന്ന പരിഭവം ഞാൻ പിൻവലിക്കുന്നു. എന്റെ ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ 300 രൂപയുള്ള ഈ കസേരയുടെ മേലെ ഇരിക്കുന്ന നമ്മുടെ കണ്ണിന് നമ്മൾ എത്ര കോടിയാണ് മോനെ വിലയിടുന്നത്? നിനക്കൊരു പണിയുമില്ലെങ്കിലും, നിനക്കൊരു രൂപയുടെ വിലയില്ലെങ്കിലും നീ കോടീശ്വരനാണ്, മറക്കണ്ട. അല്ലാഹു നമ്മുടെ നിഅമത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ. ഓ ചെറുപ്പക്കാരെ, ഞാൻ പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഖൽബിൽ വേണം. അല്ലാഹുവിനെ മറക്കുന്ന ഒരു സന്ദർഭവും ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത്. ചെറുപ്പക്കാർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്തൊക്കെ കോലത്തിലാണ് മോനെ നടക്കുന്നത്, എന്തൊക്കെ കോലത്തിലാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു സാമൂഹ്യമായ ബാധ്യതകൾ. ഞാൻ പറയും, എന്റെ സദസ്സിലിരിക്കുന്ന മക്കൾ നല്ലവരായിരിക്കും, അല്ലാഹു റഹ്മത്താക്കി തരട്ടെ. പക്ഷേ പൊതുവേ സമൂഹത്തിന്റെ അവസ്ഥ, ഒന്നിലും അവർക്ക് താല്പര്യമില്ല, ഒന്നിനും അവർക്ക് ചിന്തയില്ല. അവർക്ക് അവരുടെ കോലങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, മറിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇന്നിങ്ങനെയാണ് താടിയെങ്കിൽ നാളെ ഇങ്ങനെ ആക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോലം കെട്ടുന്നതിൽ അവരുടെ വിഷയങ്ങൾ മാറിപ്പോകുന്നു, വിഷയങ്ങൾ അവർ ഒതുക്കിക്കളയുന്നു എന്നല്ലാതെ കാര്യഗൗരവമുള്ള ഏത് വിഷയത്തിലാണ് ചെറുപ്പക്കാർ ഇടപെടുന്നത്? അൽഹംദുലില്ലാ, ഇവിടെ എന്താ നമ്മുടെ GCC വാട്സപ്പ് കൂട്ടായ്മ അല്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരൊരുപാട് റിലീഫ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ നന്മക്ക് ഉപയോഗിക്കാം എന്നതിന് ഏറ്റവും വലിയ തെളിവാണത്. എപ്പോഴും ഇടങ്ങേറാണ്. അതേ സമയത്ത് അതുകൊണ്ട് അങ്ങനെയുള്ള നന്മകളും ഉണ്ടാക്കിയെടുക്കാം. അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ കോലം കെട്ടുന്നതിനൊക്കെ ഒരു അതിര് വേണം. അല്ലാഹു റഹ്മത്താക്കട്ടെ. എന്തൊക്കെയോ ഫാഷൻ. ഈ അടുത്തൊരു ചെറുപ്പക്കാരനോട് വിളിച്ചു ചോദിച്ചു, ഉസ്താദേ, ഒരാള് താടി ക്ലീൻ ഷേവ് ചെയ്യാം, ഒരാള് താടി കഷ്ണം കഷ്ണാക്കണം, ഇതിൽ ഏതാണ് ശരി, ഏതാ നല്ലത്? ഞാൻ പറഞ്ഞു, രണ്ടും പാടില്ല, രണ്ടും തെറ്റ. നിങ്ങൾ കണ്ടില്ലേ ചെറുപ്പക്കാരൊക്കെ താടിയെല്ലാം എന്തൊരു കോലത്തിലാ. ഏതോ യൂറോപ്പുകാരൻ പകുതിക്കുന്ന ബ്ലേഡ് വെച്ച് പൊട്ടിയതാ, ഇവനത് ഫാഷനാക്കി. കണ്ടോ നിങ്ങൾ ചെറുപ്പക്കാരവസ്ഥ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താടിയുണ്ട്, അമ്പിയാക്കൾക്ക് താടിയുണ്ട്. പുരുഷ ലക്ഷണമാണ് താടി, അത് വടിക്കരുത്. താടി വടിക്കൽ ഹറാമാണെന്ന് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബിലുണ്ട്. ഇനി ഖിലാഫാണ്, ശക്തമായ ഖിലാഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ശക്തമായ കൂറ്റം കിട്ടുന്ന കറാഹത്താണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മക്കളെ, ആരാ ഈ താടി പഠിക്കുന്ന പരിപാടി ആദ്യം തുടങ്ങിയെന്ന് പറയുമ്പോൾ? ആരാ ഈ താടി പഠിക്കുന്ന പരിപാടി ആദ്യം തുടങ്ങിയത്? മൂസ അലൈഹിസ്സലാമിന് താടിയുണ്ട്, ഫിർഔനുണ്ട് താടി, എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ ദഅവത്ത് മക്കയിൽ തുടങ്ങിയപ്പോ ലോകത്തെ ഏറ്റവും ഹൈറായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ശർറായ ശത്രു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അവൻ പറഞ്ഞു, മുഹമ്മദിന്റെ മുഖത്ത് താടി ഉണ്ടെങ്കിൽ അബുൽ ഹക്കം എന്നോന്റെ പേരാ, അബൂജഹൽ എന്ന് റസൂലുള്ളാഹി വിളിച്ചതാ. അബുൽ ഹക്കമിന്റെ മുഖത്ത് താടി വേണ്ട എന്ന് ആദ്യം താടി പഠിച്ചത് അബൂജഹലാണ് പോലും. ഉസ്താദ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു മുത്തനബിന്റെ സുന്നത്ത് പിടിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമ്മളാരും അബൂജഹലിന്റെ സുന്നത്ത് എടുക്കുന്നവരാകരുത്. താടി പഠിക്കലുണ്ട് സുന്നത്താ, താടി പഠിക്കാൻ പാടില്ല, നല്ലതല്ല. ഞാൻ പറഞ്ഞത് അത് താടി ചിലയാള് പഠിക്കാൻ, ചില ചെറുപ്പക്കാര് കഷ്ണം കഷ്ണാക്കണം. ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ വല്ലാതെ കോലം കെട്ടുക.
അങ്ങനെയും ആവാൻ പാടില്ല. മൻ തശാബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു. ആരെങ്കിലും ഒരുത്തനോട് സാദൃശ്യമായ വരവിൽപ്പെട്ടു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ നിങ്ങൾ, എന്തൊക്കെയോ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ഒരു നേതൃത്വം ഉണ്ട്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ അനുകരിക്കേണ്ട നേതൃത്വവും മുഹമ്മദുർ റസൂലുള്ളാഹി. അതേ സമയത്ത് നമ്മൾ എങ്ങോട്ടൊക്കെയോ പോവാൻ അടുത്തല്ല, ഒരു വർഷം, ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവും. ഞാനൊരു കല്യാണത്തിന് കൂടി. ആ കല്യാണത്തിന് പോയപ്പോ അവിടുത്തെ ചെറുപ്പക്കാര്, ആ പുതിയാപ്പിളന്റെ കൂട്ടുകാര് മുഴുവനും കറുത്ത കുപ്പായിട്ടിട്ടുണ്ട്. എല്ലാവരും കറുത്ത ഷർട്ട്, മുട്ടുവരെ നീങ്ങി വല്ലൊരു കോലം കെട്ടി, ഒരു കോലം കെട്ട കോലം, എല്ലാവരും കറുത്ത ഷർട്ട്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, അല്ലാടോ നിങ്ങളെന്താ ഇവന്റെ കല്യാണം ഇങ്ങനെ കരുതിനാക്കിയത്? സാധാരണ പാർട്ടിക്കാരൊക്കെ അവരെ നേതാക്കന്മാര് മരിച്ചാല് കൊടി താത്തിട്ട് കറുത്ത കൊടി കയറ്റലുണ്ട്. ഇതെന്താ പരിപാടി? അവരൊന്നും മിണ്ടിയില്ല. അവരിങ്ങനെ ചിരിച്ച് അങ്ങോട്ട് പോയി. ഞങ്ങൾ പിറ്റേ ദിവസം പള്ളിയിൽ നിന്ന് നാസ്ത കഴിക്കുമ്പോൾ അവിടുത്തെ മദ്രസയിലെ ഉസ്താദുമാരൊക്കെ വന്ന് പള്ളി ഞങ്ങൾ ഒന്നിച്ചാണ് നാസ്ത കഴിക്കുക. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോ ഈ കുട്ടികളെ ഈ വേഷവും കല്യാണമൊക്കെ ഇങ്ങനെ ചർച്ചയിലായപ്പോ അതിലൊരു ഉസ്താദ് പറഞ്ഞു, മദ്രസയിൽ പഠിക്കുന്ന ഉസ്താദ് പറഞ്ഞു, ഉസ്താദേ നിങ്ങളോട് അവര് പറയാഞ്ഞിട്ടാണ്, അത് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് പോലും, പ്രേമം എന്നാണ് അതിന്റെ പേര്. അതിൽ ഇങ്ങനെ കുറെ ചെറുപ്പക്കാര്, കുറെ ആളുകൾ, അതിൽ അഭിനയിക്കുന്ന ആളുകൾ കറുത്ത ഷർട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ കുട്ടികൾ കറുത്ത ഷർട്ട് ഇട്ടത്. കണ്ടോ? ഞാൻ പറഞ്ഞു, പ്രേമം എന്നുള്ള പേരേതായാലും ഇസ്മ മുസമ്മ ഒത്തത് സമാധാനായി. മാത്രല്ല, അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഈ വെറും ട്രൗസർ മാത്രം ഇട്ട സിനിമ നമ്മളെ ജീവിതത്തിൽ ഇറങ്ങാണ്ടിരിക്കട്ടെ. നമ്മൾ മരിക്കണതിന് മുമ്പ് വെറും ട്രൗസർ മാത്രം ഇട്ടിട്ട് അഭിനയിക്കണ സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത മംഗലത്തിന് പോയാലും ഈ ഇവന്റെ കൂട്ടുകാരൻ വെറും ട്രൗസർ ഇട്ടിട്ടല്ലേ നമുക്ക് ഭക്ഷണം വിളമ്പി തരിക? അതും കൂടെ നമ്മൾ കാണണ്ടേ? അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. കണ്ടോ? നോക്കുമ്പോ അവരാരാധകരാണ് പോലും ഇവര്. പള്ളിയിൽ പോയി നോക്കുമ്പോ ഒന്നാമത്തെ സഫില് റൊണാൾഡോ, രണ്ടാമത്തേല് സച്ചിൻ, അപ്പുറം ഇപ്പുറല്ല ഉത്തപ്പ. എനിക്കറിയുന്ന നാലെണ്ണത്തിന്റെ പേര് ഞാൻ പറഞ്ഞതാ, ബാക്കി ഞാൻ കൂട്ടിക്കോ. ഇവരെല്ലാം പള്ളിയിൽ. നമുക്ക് തന്നെ അത്ഭുതം, ഇതെല്ലാം ഏടിനോട് പള്ളി വന്ന് പള്ളി മാറിപ്പോയ ഇത് ഇല്ല. അത് പ്രസിഡന്റിന്റെ സെക്രട്ടറിന്റെ ഒക്കെ മക്കളെ, നാട്ടിലെ പ്രസിഡന്റ് സെക്രട്ടറി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാന്നറിയില്ല, അള്ളാഹു ബർക്കത്താക്കട്ടെ. പ്രസിഡന്റിനും സെക്രട്ടറിയും വേണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത കമ്മിറ്റിക്ക് മാറ്റിക്കോ. പക്ഷെ ആമീൻ ഉറക്കെ പറയണം, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇവിടുത്തെ കമ്മിറ്റിക്കാരെ അറിയില്ല, അതുകൊണ്ട് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നല്ല ആളുകളുടെ മക്കൾ തന്നെ ഈ പറയണത്, അവരുടെ ആരാധകരാണ് പോലും. ആരാധകര് സച്ചിൻ ടെണ്ടുൽക്കറിനെ ആരാധിക്കാണ് ഇവൻ. അള്ളാൻ ആരാധിക്കാൻ ആളില്ലാതായി പോയത് കണ്ടോ നിങ്ങൾ? അവരെ സ്നേഹിച്ചിട്ട് അവരുടെ പേരുള്ളത് മെസ്സി ഇങ്ങനെ എഴുതിയിട്ട് ചെറുപ്പക്കാരെ മുമ്പിൽ വന്നിട്ട് ഇവരിങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്. വയല് കേട്ടിട്ട് മോനെ പുറത്തിട്ട കുപ്പായത്തിന്റെ പേര് കണ്ടോ? ഇവന്റെ പേരാണെങ്കിൽ സഹിക്കാം, അഹമ്മദ് ഔക്കർ. ഓ, അതാണെങ്കിൽ പിന്നെയും സഹിക്കാം. അതല്ല, ഇവൻ സ്നേഹിക്കുന്ന, ഇവൻ അവന്റെ ആരാധകരാണ് പോലും. അവന്റെ പേരുള്ള കുപ്പായിട്ട് വരികയാണ്. ഈ അടുത്തൊരു ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഈ ചെറുപ്പക്കാരെ കൊണ്ട് തോറ്റു. ഒരു ഖതീബ, ഒരു മഹല്ലിലെ ഒരു കൂട്ടുകാരനാ. ഞാൻ ചോദിച്ചു എന്താ തോക്കാൻ കാരണം? അപ്പൊ ഇയാള് പറഞ്ഞു, ചെറുപ്പക്കാര് ഈ ബെർമൂഡ ഫാൻസ് ഉണ്ടല്ലോ, നമ്മുടെ മുട്ടിന് താഴെ പോകുന്ന ഒരു സാധനം, മുട്ടിന് താഴെ മാത്രമേ നുള്ളം ഉണ്ടാവുള്ളൂ, കണ്ടൻ ട്രൗസർ, അത് വിട്ടിട്ട് പള്ളിയിൽ വരികയാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. കളിയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് അതേപോലത്തിലാ വരിക. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോ ഇയാൾ മെല്ലെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇങ്ങനൊന്നും വരലാടോ, പള്ളിയല്ലേ, അതിനൊരു അദബില്ലേ. നോക്ക് നിങ്ങൾ, എന്തിനാണ് അറബികളും മറ്റൊക്കെ ഈ പള്ളി ഇങ്ങനെ എടുക്കണത്? എന്തിനാ ഒരു പള്ളി എടുക്കുന്നത്? അവർക്ക് ബിസിനസ് ചെയ്യാൻ അറിയാട്ടാ? അല്ല, പള്ളി കെട്ടിയാൽ ഹബീബായ തങ്ങൾ പറഞ്ഞതാ, മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹ്ക്ക് ഒരു പള്ളി കെട്ടിക്കൊടുത്താൽ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ നാട്ടുകാർക്ക് ഒരു പള്ളി കെട്ടിക്കൊടുത്താൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവർക്ക് സ്വർഗത്തിൽ അള്ളാഹ് വീട് കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്. 19 ലക്ഷം രൂപ വിലയുള്ള പള്ളി ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ആള് ചെലവാക്കുന്നതിന് എനിക്ക് സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പൊ അതിൽ വരുന്നവനും ആ ബോധം വേണ്ടേ എനിക്ക് സ്വർഗം കിട്ടാൻ അതിൻ്റെ ഉള്ളിൽ കയറുന്നത്? ഇവൻ കണ്ടൻ ട്രൗസർ ഇട്ടിട്ട് കയറിയപ്പോ ഈ ഉസ്താദ് പറഞ്ഞു, മക്കളെ പള്ളിന്റെ ഉള്ളിലൊന്നും അങ്ങനെ കയറില്ലാടോ, ഒരു അല്പമൊക്കെ ഹദവും കുരുത്തൊക്കെ വേണ്ടേ. അപ്പൊ ഈ ചെറുപ്പക്കാരെല്ലാവരും ഐക്യ കണ്ടതിന് ഇയാളോട് തിരിച്ചു ചോദിച്ചു, അല്ല ഉസ്താദ്, നിങ്ങൾ ഇതുവരെ വേദ പറഞ്ഞ് ഞെരിയാണിക്ക് മേലെ ഇടണം, താഴെ കൊണ്ടുപോകാൻ പാടില്ല, മുട്ടിന് തായി ഞെരിയാണിക്ക് മേലെ. ഇപ്പൊ ഇത് ഇട്ടിട്ട് വരും പറഞ്ഞു, നിങ്ങൾക്ക് മുട്ടിന് തായും ഞെരിയാണിക്ക് മേലെ ഇടാൻ പാടില്ല, പിന്നെ എങ്ങനത്തെ ഇട്ടിട്ടാ വരേണ്ടതെന്ന് വെച്ചാൽ ഇയാള് പറഞ്ഞു, അടി കിട്ടിയ പോലെ ആയിപ്പോയി. ഞെരിയാണിക്ക് താഴെ പോയിക്കൂടാന്ന് ഇതുവരെ വേദ പറഞ്ഞു. ഇപ്പൊ ഞെരിയാണിക്ക് മേലെ ഇട്ടിട്ട് വരുമ്പോ അതും കൂടെ ഇട്ട് വന്നുകൂടാന്ന് പറഞ്ഞ പിന്നെ എങ്ങനത്തെ ഇട്ടിട്ടാ വരേണ്ടത്?
ഞാൻ അയാളോട് നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കാനുണ്ടോ? ഒരു റബീഉൽ അവ്വലിന്റെ ടൈമിനാ. ഞാൻ പറഞ്ഞു നിങ്ങൾ ആ സമയത്ത് നബിദിനത്തിനൊക്കെ ഡ്രസ് എടുക്കുന്ന കുട്ടികളോട് നെരിയാണിക്ക് മേലെ ഫാൻസിന് അളവെടുത്തിട്ട് നിർത്താൻ പറ. അപ്പോഴല്ലേ അവരെ ഈമാൻ അറിയാ. അത് ചെയ്യൂല. ഫാൻസ് എടുക്കുമ്പോ ജീൻസ് എടുക്കുമ്പോ അത് നിലത്തിട്ട് വലിക്കണം, അതങ്ങോട്ട് പോകണം. പക്ഷേ ഇവൻ ഇഷ്ടപ്പെടുന്ന യൂറോപ്പുകാരൻ, അവൻ അവിടെ നിന്ന് വലിച്ചെറിഞ്ഞ ആ ചീഞ്ഞളിഞ്ഞ സംസ്കാരം, അവന്റെ ഡ്രസ്സ് ഇവൻ കോപ്പി അടിച്ചിട്ട് ഇവിടെ പള്ളിയും മെഹ്റാബും അതിന്റെ പരിസരത്തു കൂടി അത് തന്നെ ഇട്ടിട്ട് വരികയാണ്. നല്ല പ്രായമുള്ള ബാപ്പയും ഉപ്പാപ്പന്റെ അടുക്കലൂടെ കണ്ടൻ ട്രൗസർ ഇട്ടിട്ട് ചെറുപ്പക്കാരൻ വരുന്നതിന് ഒരു ലജ്ജയുമില്ല, അവൻ അങ്ങനത്തെ ഒരു നാണക്കേടുമില്ല. ഓ മക്കളെ, നമ്മൾ അല്ലാഹു കാണുന്നുണ്ട് എന്നൊരു ബോധം എപ്പോഴും നമ്മുടെ കൽബിൽ വേണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമുക്ക് നിഅമത്തും റഹ്മത്തും അല്ലാഹു നിലനിർത്തി തരട്ടെ. സുഹൃത്തുക്കളെ, ഈ കിട്ടിയതെല്ലാം എപ്പോഴും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതരുത്. ഏത് സമയത്ത് തുറന്നു പോകാൻ പറ്റുന്നതാണ്. അള്ളാഹിനെ കുറിച്ച് നല്ല ബോധം നമ്മുടെ മനസ്സിൽ വേണം, നല്ല അനുസരണ നമ്മുടെ കൽബിൽ വേണം, നല്ല അനുസരണ വേണം. എന്തു പറയുമ്പോഴും അത് സൂക്ഷ്മതയോടെ കേൾക്കാനുള്ളൊരു വിശാലമായ മനസ്സുണ്ടാകണം. അല്ലാഹു തന്നതാണ് നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യം എന്ന് ചിന്തിക്കണം. ഞാൻ ഓർത്തുപോവുകയാണ്, പടന്നയില് നമ്മുടെ ചെറുവത്തൂരിന്റെ അടുത്തൊരു പടന്ന, ആ പടന്നയിൽ ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു ജുമുഅ ഖുതുബക്ക് എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. അവിടെ ഒരു പള്ളിയിൽ ജുമുഅ തുടങ്ങിയിട്ട് പ്രസംഗിക്കാനും ഖുതുബദാനം വിളിച്ചു. അങ്ങനെ പോയി ഖുതുബയും ജുമയും പ്രസംഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണമൊക്കെ ഇരുന്നപ്പോ ആളുകൾ ഉണ്ടാവില്ല, ഉസ്താദുമാര് വന്നാലുണ്ടാവുന്ന ഒരു സ്നേഹവും ഒരു ബഹുമാനവും ഒരു കൊണ്ടുവരലും വെക്കലൊക്കെ ഒരു സന്തോഷം. അതിലൊന്നും കൂടാതെ ഒരു ചെറുപ്പക്കാരൻ മാറി നിൽക്കാൻ, ഒരു 10-22 വയസ്സുണ്ടാകും, ഒരു നല്ല ഹൈറ്റും വെയിറ്റുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇതൊന്നും കൂടാതെ മാറി നിൽക്കാൻ. അപ്പൊ ഒരു അതിഥിക്ക് ഒരു വീട്ടിൽ പോയാൽ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, ഇങ്ങോട്ട് വിളിക്കുമെന്ന് അന്വേഷിക്കൊന്നും വേണ്ട, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊന്നും വീട്ടുകാരെ ചോദിക്കേണ്ടതില്ല. അതേ സമയത്ത് ഞാൻ ഈ ചെറുപ്പക്കാരൻ മാറി നിൽക്കുന്നത് കണ്ടപ്പോ ഒരു സ്നേഹത്തിൽ ഇവനോട് ചോദിച്ചു, അല്ല നിങ്ങളെന്താ ഇതിലൊന്നും കൂടുന്നില്ലേ, നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഇടതുഭാഗത്ത് എന്റെ അടുത്തിരിക്കുന്ന ആളെന്റെ കാതിൽ എന്നോട് പറഞ്ഞു, ഉസ്താദേ അവനിതൊന്നും കഴിക്കാൻ പറ്റില്ല, അവനിതൊന്നും കഴിച്ചുകൂടാ, അവൻ ഇപ്പോ ജുമുഅക്ക് തൊട്ടും പരിയാരത്തിന് ഡയാലിസിസ് കഴിഞ്ഞെത്തിയതേ ഉള്ളൂ, കിഡ്നി രണ്ടും ഫെയിലാ. അല്ലാഹു സലാമത്താക്കട്ടെ, അല്ലാഹു സലാമത്താക്കട്ടെ. പരിയാരത്തിന് ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യാണ്. ഓ സഹോദരങ്ങളെ, നല്ല കണ്ടാൽ അങ്ങനെ രോഗമുണ്ടോ എന്ന് പറയൂല, നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു ചെറുപ്പക്കാരൻ. പറയുന്ന കൂട്ടത്തിൽ ഈ വീട്ടുകാർ പറയണം നല്ല ഫുട്ബോളെല്ലാം കളിക്കുന്നവനായിരുന്നു. ഫുട്ബോൾ കളിക്കുന്നത് ഉസ്താദിനോട് പറയേണ്ട ബഹുമാനമല്ല, പക്ഷെ എന്നാലും അവന്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. ഒരു രോഗവും ഇല്ലാത്ത ചെറുപ്പക്കാരൻ പെട്ടെന്ന് കാലുവേദനയോ മറ്റെന്തോ വന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അവിടെ അല്ല നോക്കേണ്ടത്, കിഡ്നിയാണ്. കിഡ്നി നോക്കുമ്പോ 2 എണ്ണവും 80% നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കേൾക്കണോ, ഈ ചെറുപ്പക്കാരനെ പറ്റിയിട്ട് ഇവര് പറയുന്നു ഭക്ഷണം കഴിക്കാൻ അതൊന്നും കഴിക്കാൻ പറ്റൂല എന്നല്ലേ പറഞ്ഞത്. ഭക്ഷണം ഒരു വിഷയമല്ല ഉസ്താദ്, അതെങ്ങനെങ്കിലും ഒപ്പിക്കാം. അതേ സമയത്ത് ഒരു തുള്ളി വെള്ളം കുടിച്ചുകൂടാ, വെള്ളം മൂത്രമൊഴിച്ചിട്ട് പോകൂല, വെള്ളം വേർത്തിട്ട് ശരീരത്തുനിന്ന് പുറത്തു പോകൂല. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് രക്തം പുറത്തെടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ, ശരീരത്തിന്റെ ഉള്ളിലുള്ള ജലാംശം 2-3 ഗ്ലാസ് പുറത്തു പോകുമെന്ന സംവിധാനമല്ലാതെ മൂത്രമൊഴിച്ചിട്ടോ വേർത്തിട്ടോ ശരീരത്തുനിന്ന് വെള്ളം പുറത്തു പോകൂല. അതുകൊണ്ട് എത്ര ദാഹമുണ്ടായാൽ പോലും ഒരു തുള്ളി വെള്ളം കുടിച്ചുകൂടാ. വെള്ളം കുടിച്ചാൽ അത് നീർക്കെട്ടായിട്ട് ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീരായിട്ട് വരികയാണ്. അതുകൊണ്ട് വെള്ളം കുടിച്ചുകൂടെന്ന് കർശനമായി ഡോക്ടർമാര് വിലക്കുന്നു. ഇപ്പൊ AC ഉള്ളൊരു റൂം ഉണ്ടാക്കിയിട്ട് അവിടെയാണ് അവനെ താമസിപ്പിക്കുന്നത്, ചൂടേൽക്കാതിരിക്കാൻ. ഓ സഹോദരാ, ഞാൻ അവരോട് ചോദിച്ചു മറ്റു വല്ല ചികിത്സന്റെ പണിയൊന്നും നോക്കുന്നുണ്ടോ? 10-30 ലക്ഷം രൂപയിലധികം വേണം ഉസ്താദ് ഒരു കിഡ്നി മാറ്റിവെക്കാൻ. ഒരു കിഡ്നിക്ക് 30 ലക്ഷം രൂപയിലേറെ ചെലവ് വരുന്നു ആ വീട്ടുകാര് പറയുന്നു. മോനെ, ഞാൻ നിങ്ങളോട് നേരത്തെ ചോദ്യം ഒന്നുകൂടി ചോദിക്കുന്നു. ഈ സ്റ്റൂളിനാകെ 300 രൂപ, അതിന്റെ മേലെ ഇരിക്കുന്ന നിന്റെ കിഡ്നിക്ക് ഒന്നിന് 30 ലക്ഷം രൂപ. എന്നിട്ട്
നമ്മൾ അള്ളാഹിനെ പറ്റി പറഞ്ഞു, അള്ളാഹ് ഒന്നും തന്നില്ല. ഇന്നാലില്ല, ഞാൻ ഭക്ഷണം അങ്ങനെ ശരിക്കും കഴിക്കാൻ പറ്റണില്ല, ഈ ഭക്ഷണം ഇത് കേട്ടിട്ട് കഴിച്ചു എന്ന് വരുത്തിയിട്ട് അവനൊന്ന് രണ്ട് സ്വലാത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ദ്വാരന്നിട്ട് ഞാൻ ഇറങ്ങി വന്നു. വണ്ടിയിൽ നിന്നിട്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി. സുഹൃത്തുക്കളെ, എന്റെ 2 കിഡ്നി ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അത് വളരെ സജീവമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. എന്റെ റബ്ബ് നിലനിർത്തി തരട്ടെ, നമുക്ക് എല്ലാവർക്കും ആ നിഅമത്തുള്ള നിലനിർത്തി തരട്ടെ. ഉമ്മ തന്ന ബാപ്പ തന്ന 1000 രൂപ ആരും എടുക്കാതിരിക്കാൻ പോക്കറ്റിൽ വെക്കാതെ നീ പേഴ്സിൽ വെച്ചു. പിറ്റേ ദിവസം പേഴ്സ് അടക്കമാണ് കൊണ്ടുപോയത്. ഭർത്താവ് കെട്ടിത്തന്ന മാല ബൈക്കിൽ വന്നിട്ടാണ് പൊട്ടിച്ചു കൊണ്ടുപോയതൊക്കെ പുറത്തു വെക്കണതാണ്. 2 കിഡ്നിക്കാരൊക്കെ കുരുവിന്റെ അത്ര വലിപ്പമുള്ള സാധനം നമ്മളാരത് കണ്ടിട്ടില്ല. ആ സാധനം 60 ലക്ഷം രൂപയുടെ മുതല് നമുക്ക് കൈനട്ടിയിട്ട് എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ തലകുത്തി മറിഞ്ഞാലും താഴെ പോകാത്ത സ്ഥിതിയിൽ എത്ര ഭദ്രമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. നമുക്കൊരൽപ്പം ചിന്തിക്കേണ്ടതില്ലേ? ഒരൽപ്പം അച്ചടക്കത്തോടെ ജീവിക്കേണ്ടതില്ലേ? പള്ളിയിൽ നിന്ന് വാങ്ങി കേൾക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രതിനിധി പള്ളിയിലെ മുഅദ്ദിൻ, നമ്മൾ ശമ്പളം കൊടുക്കുന്ന, നമ്മുടെ ഭക്ഷണം കൊടുക്കുന്ന ഉസ്താദ്, അസാധുവായ മനുഷ്യൻ പള്ളിയിൽ നിന്ന് മൈക്ക് മുട്ടിയിട്ട് വാങ്ങി വിളിച്ചിട്ട് ഹയ്യാല സ്വലാ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ ഹയ്യാലൽ ഫലാ. ഒന്ന് വന്നോ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വന്നോ, നിങ്ങൾ വിജയത്തിലേക്ക് വന്നോ. പള്ളിയിലെ മുഅദ്ദിൻ എത്ര ശബ്ദത്തിലാണ് മോനെ നിന്നോട് വിളിച്ചു പറയുന്നത്. നിനക്കടുത്തടുത്തുള്ള ഓഫീസുകളിലും ക്ലബിലും ഇരുന്നിട്ട് കാരം ബോർഡ് ചൂട്ടുമ്പോ ആ ചൂട്ടല് ഹറാമായതാണ്. അത് തന്നെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിനക്കൊന്ന് പള്ളിയിലേക്ക് വന്നാലെന്താ? നീ ളുഹറിന്റെ സമയത്ത് കാരം ബോർഡ് ചൊട്ടിക്കളഞ്ഞു, അസറിന്റെ സമയത്ത് നീ ഏതാ നിലനിലെടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയി, മഗ്രിബിന്റെ സമയത്ത് നിന്റെ വാപ്പാ വടിയും കുത്തി നടക്കുന്ന പ്രായമുള്ള വാപ്പയും വാപ്പന്റെ വാപ്പയും അവര് പള്ളിയിലേക്ക് പോകുമ്പോ അടുത്തുള്ള ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ ഒന്ന് പള്ളിയിലേക്ക് വിളിച്ചതാണ്. മോനെ, പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുന്നടാ, 2 മിനിറ്റേ ബാക്കിയുള്ളൂ, നീ പള്ളിയിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോ പ്രായമുള്ള കാരണവരോട് ഉപ്പാപ്പയോട് നിങ്ങൾ പറയുന്നത്, ഉപ്പ പള്ളിയിലേക്ക് പോയിക്കോ, ഇനി ഒരു 5 ഓവറും കൂടെ ബാക്കിയുണ്ട്. കണ്ടോ, ഇവന് കളിയുടെ ഭ്രാന്തിലാണ് ഇവനുള്ളത്. പള്ളിയിലെ ഉസ്താദിന് ശമ്പളം കൊടുക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് ഇന്ന് ഇവന്റെ വീട്ടിലാണ്. ഇവന്റെ വീട്ടിൽ നിന്ന് ഇന്നത്തെ ഭക്ഷണം കൊടുത്തിട്ടാണ് പള്ളിയിലെ ഉസ്താദ് മഗ്രിബിന് പള്ളിയിലേക്ക് വിളിക്കുന്നത്. മോനെ, ആ കൊടുക്കുന്ന ഭക്ഷണം നിനക്കും കൂടി സ്വർഗത്തിൽ നിന്ന് ആ ഉസ്താദിന്റെ കൂടെ കഴിക്കാൻ ഒരു വലിയ സദ്യക്കല്ലേ പള്ളിയിലേക്ക് വിളിക്കുന്നത്. എത്ര പ്രൗഢിയുള്ള പള്ളി, എത്ര സന്തോഷമുള്ള പള്ളി. ആസ്റിനും മുഹറിനും മഗ്രിബിനും ഇശാഇനും സുബഹിക്കും ഒന്ന് പള്ളിയിലേക്ക് വന്നിട്ട് ഓരോ സഫ് സഫായിട്ടിരുന്നിട്ട് പരിശുദ്ധ ഖുർആനും എടുത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് ഓതി നോക്കിയിട്ട് അതാ ഇഖാമത്ത് കൊടുക്കുന്നത് വരെ ഒന്ന് ഓതുക. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് എഴുന്നേറ്റോടുന്നതിന് പകരം ദിക്റും തസ്ബീഹും ദുആയും ഒക്കെ കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ കലാമും ഖദീമുമായ ഖുർആൻ ഒന്നുകൂടി എടുത്തിട്ട് ഒന്ന് പേജ് ഒന്ന് മറിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ കലാമും ഖദീമുമായ ഖുർആൻ അവന്റെ അടിമകൾ അവന്റെ വീട്ടിൽ നിന്നെടുത്തിട്ട് ഒന്ന് ഓതി നോക്കുമ്പോ ഫദ്കുറൂനി അദ്കുറുകും, നിങ്ങൾ എന്നെ ഓർമ്മിച്ചോ, നിങ്ങൾക്ക് ഞാൻ കൂലി തരുമെന്ന് പറഞ്ഞ റബ്ബ് അത് കാണുന്നില്ലേ ചെറുപ്പക്കാരാ? കണ്ണ് തന്ന റബ്ബിനോടൊരു നന്ദി വേണ്ടേ? കാഴ്ച തന്ന റബ്ബിനോടൊരു കടപ്പാട് വേണ്ടേ? സംസാരിക്കാൻ നാവ് തന്ന റബ്ബിനോട് ഖുർആൻ സയ്യിദുൽ ഖുർആന ബിഅസ്വാതികും, നിങ്ങളെ ഭംഗി കൊണ്ട്, നിങ്ങളുടെ ശബ്ദ ഭംഗി കൊണ്ട് നിങ്ങൾ ഖുർആനിനെ അലങ്കരിച്ചോ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? മറ്റു നിസ്കാരക്കാർക്ക് പ്രയാസമാകാതെ ഈ ചെറിയൊരു ശൈലിയിലൊന്ന് ഖുർആൻ ഓതിയാൽ റബ്ബിനെന്തൊരു താല്പര്യമാണ് മോനെ.
ഇതൊക്കെ ആരോടാണ് പറയുന്നത്? പള്ളിയിൽ വന്ന ചെറുപ്പക്കാരൻ കൂട്ടിലിട്ട പക്ഷിയെ കണക്ക് ഓടല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 വിഭാഗത്തിന് അർശിന്റെ തണൽ പറഞ്ഞിട്ട് ഒരുത്തനെ പറ്റി പറഞ്ഞു, റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ് ഇദാ ഖറജ മിൻഹു യതയഉദ ഇലൈഹി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പള്ളിയിലേക്ക് വരണം, പള്ളിക്ക് വേണ്ടി പരിശ്രമിക്കണം. പള്ളിക്ക് എനിക്ക് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. ഇതുവരെ ഇന്ന ആളുകളാണ് അത് ചെയ്തത്, അതുകൊണ്ട് തന്നെ ചെയ്യട്ടെ എന്നല്ല, എനിക്കെന്തുകൊണ്ടത് ചെയ്തു തീർത്തുകൂടാ? എന്റെ വീടിന് എത്രയാണല്ലോ എനിക്ക് കെട്ടാൻ വേണ്ടി പണം തന്നത്, എത്രയുണ്ട് എന്റെ ബാങ്ക് ബാലൻസ്, എനിക്ക് എത്രയുണ്ട് ശമ്പളം, അതുകൊണ്ട് കുറച്ച് പണിയുണ്ടത് എനിക്കെടുക്കാം. ഒരൽപ്പം അവൻ അത് ചെയ്യാണ്. അതുകൊണ്ട് അവനോട് പറഞ്ഞിട്ട് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാം, എന്നോട് ആരും ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഒരു സാഹചര്യം വരുമ്പോ അവൻ 1 ലക്ഷമല്ലേ കൊടുത്തിട്ടുള്ളൂ, ഞാൻ എന്തിനാണ് 1.5 കൊടുക്കുന്നത്? നല്ല അവൻ 1 ലക്ഷം കൊടുത്തില്ലേ, അവനേക്കാൾ ശമ്പളം എനിക്കില്ലേ, അവനേക്കാൾ കട എനിക്കില്ലേ? എനിക്കൊരു 2 ലക്ഷം കൊടുത്താൽ എന്താ? വല്ലദീന യുതൂന മാ തൗ ഖുലൂബുഹും വജില വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ധർമ്മം കൊടുക്കുന്നത് ചിന്തിച്ചിട്ട് പേടിച്ച് കരയുന്നവന്റെ ധർമ്മമാണ് യഥാർത്ഥ ധർമ്മമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. പള്ളിയിലേക്ക് വരാൻ ചെറുപ്പക്കാർക്കുണ്ടോ അങ്ങനത്തെ ചിന്തനില്ല മോനെ? അങ്ങനത്തെ ഒരു ബോധം നമ്മുടെ കൽബിൽ വരുന്നില്ല. അല്ലാഹു നമ്മുടെ കൽബൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ നിങ്ങളോട് ഒന്നുകൂടി ഈ അനുഭവം തന്നെ പറയുന്നു. 2-3 കൊല്ലം മുമ്പ് പേപ്പറിൽ വന്നതാണ്, കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് പയ്യന്നൂര് നല്ലൊരു പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു. ആ കൂട്ടുകാരന്റെ ആ ചെറുപ്പക്കാരന്റെ അഡ്രസ്സും വിളുമ്പൊന്നും എനിക്കറിയില്ല. ദുബായ് ബസാർ എന്നൊരു ഡ്രസ്സ് വിൽക്കണ ഒരു കടയുണ്ട് പയ്യന്നൂര്, പെരുമ്പാന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാൻ ഇടക്കിടക്ക് കയറിയിട്ട് അവളെ ഡ്രസ്സൊക്കെ എടുക്കലുണ്ട്. ഞാൻ മുമ്പ് അതിന്റെ അടുത്ത് ദർശനം നടത്തിയിരുന്നു വെള്ളൂര്. അപ്പൊ അവിടെ ചെറുപ്പക്കാലത്ത് ആ കുട്ടി വരുമായിരുന്നു. ഞാൻ ആ കടയിൽ പോയാൽ വേഗം ഡ്രസ്സൊക്കെ എടുത്തു തന്നിട്ട് ചിലപ്പം ബഹളങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും, അതിന്റെ ഭാഗത്തേക്ക് പോകാതെ പെട്ടെന്ന് എടുത്തു തന്നിട്ട് ഒഴിവാക്കും. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇതിപ്പോ വാട്സപ്പ് നേരെ തുറന്നു നോക്കുമ്പോ അതിൽ ആക്സിഡന്റിൽ മരണപ്പെട്ടതായി കണ്ടു. ആ കൂട്ടുകാരന്റെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവന്റെ കുടുംബം എവിടെയോ നാട് വീടൊന്നും എനിക്കറിയില്ല. അവിടെ ജോലി ചെയ്യുന്ന ആ കുട്ടിയുടെ ഫോട്ടോ അടക്കം അല്ലാഹു റഹ്മത്താക്കി കൊടുക്കട്ടെ. അത്ഭുതകരമായിട്ട് മരണം സംഭവിക്കുക. നിങ്ങൾ നോക്ക്, കണ്ണൂർ ടൗണിന്റെ അടുത്ത് കുറെ ചെറുപ്പക്കാര് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. പേപ്പറിൽ വന്നതാ. കുറെ ചെറുപ്പക്കാര് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ ഏറ്റവും നല്ല താരാണ് മുനീർ എന്ന് പറഞ്ഞ 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ വളരെ വിദഗ്ധമായി ഫുട്ബോൾ കളിക്കുന്നവൻ. ആളുകളെ കൈയും കാലും ഒക്കെ വെട്ടിച്ചിട്ട് അവൻ ഗോൾ പോസ്റ്റിലേക്ക് ആഞ്ഞ് ഗോൾ അടിച്ചു. ഗോളിന്റെ കയ്യും പൊട്ടി സംഗതി ഗോളായി മാറി. ഇവന്റെ കൂടെ ടീമിൽപ്പെട്ട 10 ആളുകൾ ഇവനെ അനുമോദിക്കാനും ആശ്ലേഷിക്കാനും എടുത്തിട്ട് പൊക്കാനും കൂടി ഓടി വന്നതാണ്. പക്ഷെ ഇവൻ പെട്ടെന്ന് കുഴഞ്ഞിട്ട് അവിടെ വീണുപോയി. ഒരു 2-3 കൊല്ലം മുമ്പാണ് ഞാൻ ഈ പറയുന്നത്. ഇവൻ പെട്ടെന്ന് കുഴഞ്ഞിട്ട് അവിടെ വീണുപോയി. ഇവന്റെ ചെറുപ്പക്കാരായ ഇവന്റെ കൂട്ടുകാർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഇവനെ പെട്ടെന്ന് എടുത്തിട്ട് വണ്ടിയിലിട്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കണ്ണൂർ ടൗൺ എന്ന് പറഞ്ഞാൽ ട്രാഫിക് ജാമിന് പേര് കേട്ട സ്ഥലമാണ്. വൈകുന്നേരം അങ്ങോട്ട് അടുക്കാൻ കഴിയൂല. അങ്ങനെ വല്ലാതെ ഉള്ള സ്പീഡിൽ കഴിയുന്നത് പോലെ വണ്ടി വിട്ടു. കൊയിലി ഹോസ്പിറ്റലാണെന്നാണ് എന്റെ ഓർമ്മ. അവിടെ എത്തിയപ്പോ ഡോക്ടർ പറയുന്നു 10 മിനിറ്റ് മുമ്പ് ഇവൻ മരണപ്പെട്ടു പോയി. ഏത് ചെറുപ്പക്കാരനാ മോനെ? ഫുട്ബോൾ കളിക്കുന്ന ചെറുപ്പക്കാരൻ. ഇവൻ വണ്ടിയിൽ നിന്നിങ്ങനെ പിടച്ചിരുന്നു. അതിന്റെ അപ്പുറം ഇവന് ശ്വാസം കിട്ടിയില്ല. വണ്ടിയിൽ കാറ്റ് കയറാഞ്ഞിട്ടാണോ അല്ല ഡ്രൈവർ മാറ്റുവിടുന്നില്ലേ? ഇവൻ കുറെ കൂട്ടുകാരെ മടിയിലാണ് ഇവൻ തലവച്ചിരിക്കുന്നു. ആ ചെറുപ്പക്കാർക്ക് കാറ്റ് കിട്ടുന്നില്ലേ? ഉണ്ട്. പക്ഷെ ഇവന് അല്ലാഹു തആല കാറ്റ് കൊടുക്കുന്നില്ല. ഇവൻ വലിച്ച കാറ്റ് പുറത്തേക്ക് വിടാൻ പറ്റുന്നില്ല. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഭൂമിമണ്ഡലത്തിൽ ഓക്സിജൻ തുറന്നു പോയത് കൊണ്ടല്ല, മറിച്ച് ഇവന് അല്ലാഹു കണക്കാക്കിയ കാറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ മരിച്ചാൽ ചിലപ്പോൾ ആളുകൾ വെറുപ്പുള്ള ആള് മരിച്ചാൽ പറയാം അവന്റെ കാറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവന് അല്ലാഹു കണക്കാക്കിയ കാറ്റ് കഴിഞ്ഞു എന്നല്ലേ അതിന്റെ അഭിപ്രായം. മോനെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നല്ല ആരോഗ്യമുള്ള ആളുകൾ കളിക്കുന്ന കളിയല്ലേ ഫുട്ബോൾ? അല്ലേ? അലിഫ് പോലുള്ളവൻ ഫുട്ബോൾ കളിച്ചാൽ അവനല്ലേ പോസ്റ്റിലെത്തുക? അപ്പൊ നല്ല ഉഷാറുള്ളവൻ കളിക്കുന്ന കളിയാണ് ഫുട്ബോൾ. പിന്നെന്തിനാ കളിക്കുക? ഒന്നും കൂടി റെഡിയാക്കാനാണ്. ഞാൻ ചോദിക്കുന്നു, അവൻ അടിച്ച ഫുട്ബോളിന്റെ സന്തോഷം പോലും അനുഭവിക്കാൻ അവൻ അല്ലാഹു അവസരം കൊടുത്തില്ല.
ഫുട്ബോൾ കളിക്കൽ വലിയ തെറ്റായ കളിയായത് കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്കൊരു ബോധമുണ്ടാകാൻ. ആശുപത്രി ഡോക്ടർ പറഞ്ഞു മരണപ്പെട്ടു പോയി. ഉപ്പാനോട് നിങ്ങൾ പള്ളിയിലേക്ക് പോയിക്കോ, ഞാൻ ഇതാ കളി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും കളിക്കുന്ന കൂട്ടുകാരെ, ഈ കളി പൂർത്തിയാകുമെന്ന് കരുതണ്ട. ളുഹറിന്റെ സമയത്ത് ഉപ്പ പള്ളിയിലേക്ക് പള്ളിയിൽ നിന്ന് ഉറക്കെ വാങ്ങി കൊടുക്കുന്നു. പുതിയ പള്ളിയിൽ നല്ല ഉസ്താദ് നല്ല റാഹത്തിൽ വാങ്ങി കൊടുക്കുന്നു. പള്ളിന്റെ അടുത്തുള്ള പുരയെന്ന് മകനിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ല കളി കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ കളി കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ കൂട്ടുകാരുണ്ട്. ആ സമയത്താണ് പ്രായമുള്ള വാപ്പയോ ഉപ്പാപ്പയോ ഇവന്റെ കൂടെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് മോനെ ഒന്ന് ഓഫാക്കടോ, എന്തൊരു ശബ്ദമാണ് പള്ളിയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നത് കാണുന്നില്ലേ. ഇതങ്ങ് പറയുമ്പോ ഈമാനുള്ള ചെറുപ്പക്കാരന്റെ മനസ്സ് വിറക്കും. കാരണം ബാങ്ക് കേൾക്കുന്നത് അള്ളാഹുവിന്റെ അതിഥിയുടെ അള്ളാഹുവിന്റെ പ്രതിനിധിന്റെ വിളിയാണ്. അവൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാ? അത് ബാങ്കിനെ കുറിച്ചാണെന്നല്ലേ പ്രബലമായ അഭിപ്രായം. ഓ സഹോദരങ്ങളെ, ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അത് ഓഫാക്കാൻ വേണ്ടി പറയുമ്പോൾ ഇവന്റെ മനസ്സിൽ ഈ ബാങ്ക് കുറഞ്ഞത് കൊണ്ട് ഉപ്പാനെ കൊല്ലേണ്ട ദേഷ്യമാണ് ഇവന്. ഇവനെന്താക്കുന്നത് ഓഫാക്കുന്നില്ല, മറിച്ച് സൗണ്ട് മെല്ലെ കുറച്ച് വെക്കുന്നു. ഇവന് കളി കാണാമല്ലോ, അല്ലെങ്കിൽ സിനിമ കാണാമല്ലോ, അത് ഓഫാക്കുന്നില്ല. നോക്കുമ്പോ പള്ളിയിലെ ഉസ്താദ് എന്തൊരു വാങ്കാണ് വിളിക്കുന്നത്, നീട്ടി വലിച്ച് നല്ല ഈണത്തിൽ വാങ്ക് വിളിക്കുകയാണ്. ഈ വാങ്ക് തീരുന്നില്ല. അപ്പൊ ഇവൻ അടുത്ത കൂട്ടുകാരനോട് പറയണം, എന്തൊരു ഹലാക്കിന്റെ മൊയിലാര്, ഇയാൾ എന്ത് വാങ്കാപ്പാ കൊടുക്കുന്നത്? വാങ്ക് തീരാത്ത ദേഷ്യത്തിലാണ് ഇവനുള്ളത്. കണ്ടോ, വാങ്ക് കേൾക്കുമ്പോ ഇവനതിന് ഇജാബത്ത് പറയാതെ ഇവന്റെ ഈമാൻ തെറിച്ചു പോകുന്നത് കണ്ടോ. പള്ളിയിലെ മൊയിലാര് വാങ്ക് നീട്ടിക്കൊടുക്കുമ്പോ ഇവനതിനെ കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. ഉപ്പ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചു വരുമ്പോ വീട്ടിന്റെ മുറ്റത്തൊരു ബഹളം, വീട്ടിന്റെ മുറ്റത്തൊരെന്തോ ഒരു സംസാരം. എന്താ പ്രശ്നം എന്നറിയോ? കളി കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ ചെറുപ്പക്കാരൻ പെട്ടെന്നൊരു നെഞ്ഞുവേദന വന്നതാണ്. ഇവനെ എടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാ ഉപ്പാപ്പനോട് പറയുന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാ പറയുന്നത്. ഒരു രോഗവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഡോക്ടറുടെ മുമ്പിലെത്തിയപ്പോ ഡോക്ടർ പെട്ടെന്നതാ ഐസിയിലേക്ക് കയറ്റിയിട്ട് ചികിത്സയൊക്കെ കൊടുക്കുന്നു, അടിക്കേണ്ടതൊക്കെ അടിക്കുന്നു. പക്ഷേ ഒരല്പസമയം കഴിഞ്ഞപ്പോ ഡോക്ടർ പറയുന്ന രക്ഷയില്ല, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല, താമസിച്ചു പോയി. അറ്റാക്കിന്റെ ലക്ഷണമൊന്നും ഇല്ലല്ലോ, ഉണ്ടായിട്ടില്ലല്ലോ. സൈലന്റ് അറ്റാക്ക് എന്നാ ഡോക്ടറിന് പേരും പറയുന്നു. മിണ്ടാണ്ട് പോകുന്ന അറ്റാക്ക്. കണ്ടോ, വേദനയില്ല, ഒന്നുമില്ല. ടി വി കാണുന്നതിന്റെ ഇടയിലാണ് ചെറുപ്പക്കാരൻ മരിച്ചു പോകുന്നതും. എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഇവന്റെ കുടുംബക്കാർ മുഴുവനും ഗൾഫിൽ അവിടെ ഇവിടേക്കുണ്ട്, പൈസക്കാരാണ്. അവരെല്ലാവരും വരുന്നത് വരെ മയ്യത്ത് കാത്തു വെച്ചിട്ട് നാളെ നേരം വെളുത്തിട്ടാണ് ഖബറടക്കുന്നത്. പിറ്റേ ദിവസം എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളെ ഖബറടക്കാൻ വേണ്ടി ഇവന്റെ അടുക്കലേക്ക് ആളുകൾ മുഴുവനും വന്നു. ഇവനെ കുളിപ്പിക്കാൻ കൂട്ടുകാർ വന്നു. ഇവന്റെ കല്യാണത്തിന് കുളിപ്പിക്കേണ്ടവർ, ഇവന്റെ കല്യാണത്തിന് ഡ്രസ് ഇടിപ്പിക്കേണ്ടവർ, ഇവന്റെ കല്യാണത്തിന് പൗഡർ ഇട്ട് കൊടുക്കേണ്ടവർ, ഇവരാരെയും കാണാനില്ല. വരുന്ന കൂട്ടുകാർ പേടിച്ചിട്ടും വഴിക്ക് വരുന്നില്ല. അവരാരും പൗഡർ ഇട്ട് കൊടുക്കുന്നില്ല. 3 കഷ്ണം കഫം പുടയിലങ്ങ് നിർത്തിയിട്ട് വീട്ടിന്റെ മുമ്പിലേക്കതാ വാഹനം വരുന്നു. ബൈക്ക് കൊണ്ട് ചെത്തിപ്പൊളിച്ച് പറക്കുന്ന ചെറുപ്പക്കാരനാണ്. കാറെടുത്തിട്ട് എന്ത് ഡാൻസും കളിക്കുന്ന ചെറുപ്പക്കാരനാണ്. ആ വാഹനത്തിലൊന്നും ഇവനെ കയറ്റിക്കൂടാ. ഇവനെ കൊണ്ടുപോകാൻ സ്പെഷ്യലായിട്ട് വണ്ടി വന്നു. നീ നിന്റെ ബുദ്ധി കൊണ്ട് എന്നിലേക്കൊന്ന് നോക്കിക്കോ. സാധുവായ ഹംസ ബിസ്മാഹിന്റെ വഅദ് വേണ്ട, ഒരു മൊയിലാരും വഅദ് പറയണ്ട. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ, അഖലുണ്ടോ? കൂട്ടുകാരെ, ആ വാഹനം നിങ്ങളോട് പറയണം, നിന്റെ ബുദ്ധി കൊണ്ട് നീ എന്നിലേക്കൊന്ന് നോക്കിക്കോ. എന്റെ ടയറ് പഞ്ചറാകലില്ല, എന്റെ ഗ്ലാസിന് ഏറുകൊള്ളലില്ല, ഒരു ഹർത്താലും ഒരു നിരോധാജ്ഞയും എന്നെ ബാധിക്കലില്ല, ഒരു ബന്ധും എന്നെ ബാധിക്കില്ല.
ബാധിക്കൂല. എന്നെ കണ്ടാൽ എഴുന്നേൽക്കാത്തവരില്ല, എന്നെ കണ്ടാൽ ആദരിക്കാത്തവരില്ല. ഏത് മലമടക്കിലൂടെയും ഞാൻ നടന്നു വരും, ഏത് ജലാശയവും ഞാൻ മുറിച്ചു കിടക്കും, ഏത് പാളവും വഴിയും റോഡും ഞാൻ മുറിച്ചു കിടക്കും. വാഹനങ്ങൾ എന്നെ കണ്ടാൽ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തും. ഞാൻ ആരാന്നറിയോ? ഞാൻ നിന്റെ മയ്യത്ത് കെട്ടിലാണോടോ? നിന്നെ പോലോത്തെ എത്രയാളെയാണ് എന്നെ പോലോത്തെ മയ്യത്ത് കെട്ട് ഖബറിലെത്തിച്ചത്. ആ മയ്യത്ത് കെട്ട് വീട്ടിൽ വന്നു എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവന്റെ കൂട്ടുകാർ ഇവനെ എടുക്കുന്നുണ്ട്, പല ആളുകളും കരയുന്നുണ്ട്. ഓ സഹോദരാ, ഇന്നലെ ളുഹറിന്റെ സമയത്ത് പള്ളിയിലേക്ക് പോകാൻ ബാപ്പ വിളിച്ചപ്പോ പോകാത്ത ചെറുപ്പക്കാരൻ അവനെ കണ്ടു. ഒരു ദിവസത്തിന്റെ പിറ്റേന്ന് ളുഹറിന് മുമ്പായിട്ട് പള്ളിയിലെത്തിക്കുകയാണ്. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഖബറിലേക്ക് അങ്ങ് വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അവന്റെ സമ്മാനങ്ങൾ പുതിയ വീടല്ലേ ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മളൊരു വീട് ഉദ്ഘാടനത്തിന് പോകുമ്പോ കൂട്ടുകാർക്ക് സമ്മാനം കൊടുക്കൂലേ? പല ആളുകളും അതാ വാഷിംഗ് മെഷീൻ കൊടുക്കുന്നു, ഫ്രിഡ്ജ് കൊടുക്കുന്നു. ചില ആളുകൾ അതിനേക്കാൾ വില കൂടിയത് കൊടുക്കുന്നു, ചില സാധുക്കൾ അതിനേക്കാൾ വില കുറഞ്ഞത് കൊടുക്കുന്നു. ആരും കൊടുക്കാത്തവരില്ല, ഇവിടെയുമില്ല. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്ക് പോകുമ്പോൾ ആദ്യം കിട്ടുന്ന വീടല്ലേ ഖബർ. അത് ഉദ്ഘാടനത്തിന് കൂട്ടുകാരൊക്കെ വന്നു, എല്ലാവരും സമ്മാനം കൊടുത്തു. കൊടുക്കുന്നവരെല്ലാം ഒരേ കോലത്തിലുള്ള സമ്മാനമാണ്. രണ്ടു പിടി മണ്ണാണ് വാരിയിടുന്നത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. സമ്മാനം മുഴുവൻ ആളുകളും കൊടുത്തു. എല്ലാവരും കൊടുക്കട്ടെ. മാറി ഇതായിട്ടവർ മാറി നിൽക്ക്, ഇടാത്തവർ മണ്ണിടട്ടെ. ഓ സഹോദരങ്ങളെ, ഹാറൂൻ റഷീദ് രാജാവ്, വലിയ സൂഫിയായ രാജാവ്, ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ ബഹുലൂലുൽ മജ്നൂൻ എന്ന തീക്കൊള്ളു പോലുള്ള ഒരു വലിയ മഹാനായ ഹാറൂൻ റഷീദ് രാജാവിനോട് ചോദിച്ചു, രാജാവേ, നിങ്ങൾക്ക് അല്ലാഹു വലിയ അധികാരം തന്നു, വലിയ പവർ അല്ലാഹു തന്നു, നിങ്ങൾക്ക് വലിയ പത്രാസ് അല്ലാഹു തന്നു അല്ലേ? അലൈസ ഗദൻ മസീറുക ജൗഫ ഖബ്രി വയഹ്തു തുർബഹാദ സുമ്മ ഹദാ. ഇന്ന് അധികാരത്തോടെ റോഡിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾ, ഇന്ന് പരിവാര സമേതം സഞ്ചരിക്കുന്ന നിങ്ങൾ, നാളേകനായി ഖബറിലല്ലയോ രാജാവേ? ഒരാള് രാജാവിന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടുന്നു, അയാള് മാറുമ്പോ മറ്റൊരാള് വാരിയിടുന്നു. അതല്ലേ രാജാവേ നാളെ വരാനുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ബഹുലൂലുൽ മജ്നൂൻ തങ്ങൾ ചോദിച്ചതുപോലെ, സുഹൃത്തുക്കളെ, ഈ കൂട്ടുകാരന്റെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ആള് പിരിഞ്ഞു പോയി. ഇവന്റെ കൂട്ടുകാരുണ്ടോ അവനെ കാണാൻ നിൽക്കുന്ന? ഇവന്റെ കൂടെ സിനിമ കണ്ടവരുണ്ടോ അവരെ കാണാൻ നിൽക്കുന്നില്ല. പള്ളിയിലുള്ള ഉസ്താദുമാർ അല്പം തസ്ബീഹ് ചൊല്ലുന്നു. മോനെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പള്ളിയിലുള്ള ഉസ്താദുമാരുണ്ടല്ലോ, ഇൽമിന്റെ അഹ്ലുകാരുണ്ടല്ലോ, അവര് വെള്ളിയാഴ്ച നിന്നെ കാണാൻ വേണ്ടി ആളുകൾ വരണമെങ്കിൽ, നിന്റെ വാപ്പക്ക് നിന്നെ ഓർമ്മ വരണമെങ്കിൽ, നിന്റെ കൂട്ടുകാർക്ക് നിന്നെ ഓർമ്മ വരണമെങ്കിൽ, പള്ളി മെഹ്റാബിൽ നീ ഉസ്താദുമാര് പറയണം, നിന്റെ ഏട്ടനല്ലടോ കിടക്കുന്നത്, നിന്റെ വാപ്പയും പാന്റെ ഉപ്പയല്ലേ കിടക്കുന്നത്. ഒന്ന് പോയി നോക്കാത്തത് എന്താണ്? പള്ളിയിലെ ഉസ്താദ് ചോദിച്ചാലല്ലാതെ നീ വെച്ച് വിളമ്പിക്കൊടുത്താ, നീ ഊട്ടിയാ, നീ അധ്വാനിച്ചിട്ട് വളർത്തിയ ഒരാളും നിന്നെ മൈൻഡ് ചെയ്യൂല. ഞാൻ പറഞ്ഞത്, ഈ ചെറുപ്പക്കാരൻ ഖബറിന്റെ ഉള്ളിലേക്ക് അങ്ങ് പോയിട്ട് അവിടെ ഒന്ന് ചോദ്യം പലതും വന്ന് ഈ ചെറുപ്പക്കാരനുണ്ടോ കിട്ടുന്നു. സുബ്ഹാന ജല്ല ജലാലു. നല്ലവരൊക്കെ മറുപടി പറഞ്ഞ ആഖിറം വെളിച്ചമാക്കി. ഇവൻ തമ്മാടിവന് പണിയെടുത്തിട്ടില്ല, അധ്വാനിച്ചിട്ടില്ല, സിനിമ കണ്ടവനെന്തോ മറുപടി. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക? അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി വൽ ഇസ്ലാമു ദീനി. മാന്യന്മാരും മഹാന്മാരും മറുപടി പറഞ്ഞു. തമ്മാടികൾ ഹാലാതിരി എനിക്കൊന്നും അറിയൂല എന്ന് മറുപടി പറഞ്ഞാതെ കൈമലർത്തിക്കളഞ്ഞു. അവസാനം അതാ വലിയ
മലക്കുകളെ ഇരുമ്പ് തണ്ട് കൊടുത്ത് അല്ലാഹു തആല ഏൽപ്പിക്കുന്നു. പ്രത്യേക കണ്ണ് കാണൂല, അതുകൊണ്ട് നീ കരഞ്ഞാൽ അവര് കാണൂല, അവര് കാത് കേൾക്കൂല, നീ എത്ര അട്ടഹസിച്ചാലും ഒരു കേൾക്കൂല. അവരൊറ്റ അടിയങ്ങടിക്കുമ്പോ പർവ്വതങ്ങൾ മുഴുവനും പറക്കുന്ന പൊടി പൊടിയായി പോകുന്നു. നിന്റെ അട്ടഹാസം മനുഷ്യനും ജിന്നുമല്ലാത്ത സകലതും കേൾക്കുമെന്ന് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഞാൻ പറഞ്ഞത് ആ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസത്തെ പള്ളിയിൽ അതാ ഖബറിറക്കി കഴിഞ്ഞിട്ട് ഉസ്താദ് പള്ളിയിലെ മുഅദ്ദിൻ മൈക്കിൽ മുട്ടിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പള്ളിയിൽ രണ്ടാമത്തെ ദിവസം ബാങ്ക് വിളിക്കുന്നു. ഇന്നലെ ബാങ്ക് വിളിക്കുമ്പോ ഉപ്പ പറഞ്ഞതാണ്, മോനെ സിനിമ ഓഫാക്ക്, മോനെ കളി മതിയാക്ക്. കേട്ടില്ല കേട്ടില്ല, ഇടയിലല്ലേ കൊഴിഞ്ഞു മരിച്ചത്. പിറ്റേ ദിവസം ദുഹറാകുന്നു ഖബറിലായി പോയി. കേൾക്കണോ ചെറുപ്പക്കാരാ, പള്ളിയിലെ വാക്ക് കേൾക്കുമ്പോൾ വാത് പറയണ ഉസ്താദ് വാത് നിർത്തിപ്പോയി. ഖുർആൻ ഓതുന്ന ഹാജിയാര് ഖുർആൻ പൂട്ടിവെച്ചു പോയി. എഴുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ പേന എവിടെ വെച്ചുപോയി. മർഹബൻ ബിൽ ഖാഇലി അദ്ലാ, മർഹബൻ മർഹബൻ ബിസ്സലാത്തി അഹ്ലാ. ബാങ്കിനെ പരിജാബത്ത് കൊടുത്തുപോയി. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ദുനിയാവിന്റെ സംസാരം കൊണ്ട് സംസാരിച്ച മരിക്കുമ്പോ ഈമാനോടെ മരിക്കൂല, മരിക്കുമ്പോ ദിക്റ് ചൊല്ലി മരിക്കൂല. ആവിങ്ങനെ പറച്ചു പോകുമെന്ന് മുത്തുനബി പഠിപ്പിച്ചില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ കൂട്ടുകാരാ, ഇവിടെ ഇതാ ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എല്ലാവരും പണി മതിയാക്കുമ്പോ മലക്കുകൾക്ക് പ്രത്യേക മെസ്സേജ് അവരും മതിയാക്കി പോയി. ബാങ്ക് വിളിക്കുമ്പോ ഖബറിലെന്തൊരു സമാധാനം, ഖബറിലെന്തൊരു സന്തോഷം. ഇന്നലെ ബാങ്ക് കേട്ടപ്പോ ഒരൽപ്പം നീണ്ടപ്പോ നീ പറഞ്ഞത് ഹലാക്കിന്റെ മൗലാര് എത്ര നേരായി ബാങ്ക് തുടങ്ങിയിട്ടിരുന്നല്ലേ. പക്ഷെ ഇന്ന് നിന്റെ വാക്ക് കേട്ടോ, ഈ ഉസ്താദ് ഒന്ന് ബാങ്ക് നിർത്താതിരുന്നെങ്കിൽ, ഈ ഉസ്താദ് കുറെ സമയം ബാങ്ക് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ബാങ്ക് തീർന്നാൽ പിന്നെയും മടി തുടങ്ങും, ബാങ്ക് നിർത്തിയാൽ പിന്നെയും ശിക്ഷ ആരംഭിക്കും. അതുകൊണ്ട് ഈ ബാങ്ക് നിർത്താതിരുന്നെങ്കിൽ മോനെ ഖബറിൽ നമുക്കിത് വരാനുണ്ട്. അതിനു മുമ്പ് അല്ലാഹു വിളിച്ച് ഹിസാബ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്ത് അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളായി ജീവിക്കാൻ പരിശ്രമിക്കുക. എന്റെ അമാറത്താകുന്ന നഫ്സിനോടും നിങ്ങളോടെല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അർഹമുർ റഹീമായ റബ്ബ് നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഓ ചെറുപ്പക്കാരെ, നാം നല്ല ബോധമുള്ളവരാകുക. അല്ലാഹു നമ്മുടെ സദസ്സ് അവൻ ഖബൂലിയത്തുള്ള സദസ്സാക്കി തരട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞതാ, ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. തങ്ങൾ ഉപദേശിക്കുക, തങ്ങൾ വാദം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈമാനുള്ളവർക്ക് ഫലം ചെയ്യും. ഈമാനല്ലേ കേട്ടിട്ട് കാര്യമില്ല. ഹബീബായ തങ്ങളുടെ സദസ്സ് പോലും അങ്ങനെയായിരുന്നു. ഈമാനില്ലാത്തവർക്ക് ഫലം ചെയ്തിട്ടില്ല. കണ്ടോ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കാൻ, ഒരു മനുഷ്യൻ മുസ്ലിമിന്റെ മുമ്പ് ഇടത്തെ കൈ കൊണ്ട് ഭക്ഷിക്കുക, ഇടത്തെ കൈ കൊണ്ട് ഭക്ഷിക്കുക, ഇടത്തെ കൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല, ഇടത്തെ കൊണ്ട് ഭക്ഷിക്കാൻ പാടില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞു, കുൽ ബിയമീനി, വലത്തെ കൈ കൊണ്ട് തിന്നടൂ, വലത്തെ കൈ കൊണ്ട് തിന്നുക. ഒരു ചെലവുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ചെലവുമില്ല, രണ്ടവന്റെ കൈയാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ കിബറനായി പോയി. അവൻ പറഞ്ഞു, ഞാൻ തിന്നൂല, എനിക്ക് കഴിയൂല, ലാസ്റ്റ് എനിക്ക് കഴിയൂല. ആരോട്? പള്ളിയിൽ വഹൽ പറയാൻ വന്ന മൗലാരോടല്ല, മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ തങ്ങളോട് പറയാണ്, ലാസ്റ്റ് എനിക്ക് കഴിയൂല. കിബറനായത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. കിബറല്ലാതെ അയാളെ തടഞ്ഞിട്ടില്ല, അയാളെ കൈക്ക് സ്വാധീനമില്ലാത്തത് കൊണ്ടല്ല.
എടുത്തന്റെ കൂടെ ഉംറക്കൊരു പ്രായമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഉംറകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഹജ്ജുകൾക്ക് ഉംറകൾക്ക് അള്ളാഹു നമുക്ക് ധാരാളം തൗഫീക്ക് നൽകട്ടെ. മുത്തുനബിയെ കാണാനും സിയാറത്ത് ചെയ്യാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഒരു പ്രായമുള്ള ഒരു ഉപ്പാപ്പുണ്ടായിരുന്നു കണ്ണൂർ കീച്ചേരി എന്ന സ്ഥലത്ത്, മട്ടന്നൂരിന്റെ അടുത്ത്. അവർ ഇവിടെ തന്നെ വീൽ ചെയറില്ല, പിന്നെ അവിടുത്തെ കഥ പറയണ്ടല്ലോ. പ്രായമുള്ള ഉപ്പാപ്പ, അവരുടെ ഭാര്യയുണ്ട്, അവരുടെ മകനുണ്ട് കൂട്ടത്തിൽ, ആ കുട്ടി. അങ്ങനെ ഉപ്പാപ്പന്റെ ഖിദ്മത്തിന് വന്നതാ. അപ്പൊ അവിടെ എത്തിയപ്പം ഒരു ഇടത്തെ കൈ കൊണ്ടാണ് വെള്ളമൊക്കെ കുടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉപ്പാപ്പ അവരോട് പറയണേനൊരു ഭംഗിയിൽ പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഉപ്പാപ്പ അങ്ങനെ എന്നെ വിളിക്കുക, നമുക്ക് വലത്തെ കൈ കൊണ്ട് നോക്കിക്കൂടെ ചോമ്പരോട്. നിങ്ങൾ എന്താ ഇടത്തേക്ക് കണ്ടുപിടിക്കുന്നത്, വലത്തേക്ക് കണ്ടുപിടിക്കുന്ന ഇത്രയും വയസ്സുള്ള മനുഷ്യനോട് പറയണേനും വലിയൊരു ഭാഗം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കൊന്ന് വലത്തെ കൈ കൊണ്ട് നോക്കിക്കൂടെ ഉപ്പാപ്പ. അപ്പൊ മൂപ്പർ എന്നെക്കാളും വലിയ വളവന. മൂപ്പര് പറഞ്ഞു, ഞാൻ വലത്തെ കൈ കൊണ്ട് കുടിച്ചാല് ഉസ്താദും അടങ്ങാറാവും, ഞാനും അടങ്ങാറാവും. മൂപ്പർക്ക് വലത്തേക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല, മൂപ്പർ കൈ വിറക്കാം. അപ്പം കുപ്പിൻ ഗ്ലാസ് നിലത്ത് വീണു പോകും. അതുകൊണ്ട് ഞാനും ബുദ്ധിമുട്ടാവും, നിങ്ങളും ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ കുടിച്ചാൽ മതി. അതെന്താ കാരണം, വലത്തെ കൈ കൊണ്ട് കുടിക്കാൻ കഴിയില്ല. ലാസ്റ്റ് എന്ന് ഈ മനുഷ്യൻ പറഞ്ഞ, ചെറുപ്പക്കാരൻ പറഞ്ഞത് കഴിയാത്തത് കൊണ്ടല്ലേ, കിബറനായിട്ട് പറഞ്ഞതാ. അങ്ങനെയുണ്ട് ചില ആളുകൾ. പള്ളിയിലെ ഉസ്താദ് താഴെയോട് പറഞ്ഞു, മോനെ ആ ഡ്രസ് ഒന്ന് നല്ല ഒന്ന് പൊക്കിയ മോനെ, ആ തുണിയതാ നെരിയാണിക്ക് താഴെ ഒന്ന് മടക്കി ഒന്ന് കയറ്റി കൊടുത്ത. അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ മുഖം ഒന്ന് കണ്ടാൽ മതി, ഇവൻ ഈമാനുണ്ടോ ഇല്ലേ എന്നറിയാൻ. ഏടെ കിതാബൊന്നും എഴുതി പോണ്ട, ഈ ചെറുപ്പക്കാരൻ ഈമാനുണ്ടോ ഇല്ലേ എന്നറിയാൻ. മോനെ ആ ഫാൻസ് അത് അങ്ങനെ അങ്ങോട്ട് ഊരിപ്പോകുന്നു, ഒന്ന് മടക്കി വെച്ച മോനെ എന്ന് പറഞ്ഞാൽ അപ്പൊ അറിയാം ഇവൻ ഈമാനുണ്ടോ ഇല്ലേ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ മക്കളെ. ഈമാനുള്ളവർ വേഗം അംഗീകരിക്കും, ഇല്ലാത്തവരെ അങ്ങനെ അംഗീകരിക്കാൻ മനസ്സ് വരൂല. ഓന്റെ കീബർ അടപ്പിടിച്ചു പോകും. ഞാൻ ഇയാളെന്താ നോക്കുന്നു കണ്ടോ. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് കഴിയൂല. ഹബീബായ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ ആരോടും അങ്ങനെ ശപിക്കൂല, ആരെയും ദേഷ്യം പിടിച്ച് സംസാരിക്കൂല. പക്ഷേ മുമ്പൊന്ന് ഇങ്ങനെ ഒറ്റയടിക്ക് മുഖത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞപ്പോ ഹബീബായ തങ്ങളെ മനസ്സിന് വേദന വന്നുപോയി. മുത്തുനബിന്റെ മറുപടി, നിനക്ക് കഴിയാതെ ആവട്ടെ. സ്വഹാബികൾ പറയുന്നു, പിന്നെ കൈ മരണം വരെ വായിലേക്ക് പൊങ്ങിയില്ല. മക്കളെ, ചിലപ്പോ ഉമ്മമാര്, ചിലപ്പം ബാപ്പമാര് എന്തെങ്കിലും ഒന്ന് പറയും, അല്ലെ ഉസ്താദുമാര്, അല്ലെ പ്രായമുള്ള ആൾ എന്തെങ്കിലും ഒന്ന് പറയും. അനുസരിക്കാൻ ചില വലിയ വിഷമായിരിക്കും. എന്നാലും നിങ്ങളത് പ്രകടിപ്പിക്കണ്ട. നല്ല മിണ്ടാണ്ടിരിക്കുക. പിന്നീട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഒറ്റയടിക്ക് നിങ്ങൾ എന്തെങ്കിലും അത് പറയാൻ നിങ്ങൾ പ്രായമുള്ളവരോട് ചോദിക്കരുത്. കാരണവന്മാരോട് അങ്ങനെ സംസാരിക്കരുത്. ഉസ്താദുമാരോട് നീ ആരത് പറയാൻ എന്ന് ചോദിക്കരുത്. ഉമ്മാനോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. ചെറുപ്പക്കാർ പാലിക്കേണ്ട ഒരു അച്ചടക്കമാണ്. അവർ പ്രായമുള്ളവരല്ലേ, അവർ പറഞ്ഞോട്ടെ. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നീട് നീ ആലോചിച്ച് ചെയ്താൽ മതി. ഒറ്റയടിക്ക് മറുപടി പറഞ്ഞിട്ട് അവരെ ഇരുത്താൻ നോക്കണ്ട. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും. ഒരു ഒറ്റ വാക്കി തിരിച്ചിങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഈ നാട്ടിലെ നമ്മുടെ ഈ മൊഗ്രാൽ ഇവിടെ അടുത്തല്ലേ, മൊഗ്രാൽ അല്ലേ? നമ്മുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ മക്കളൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. ഉമ്മമാര് ഈ വേള കേൾക്കണ്ട. ഉമ്മമാരോട് ഞാൻ പറഞ്ഞു, മക്കളെ നന്നായി സ്നേഹിക്കണം. ഉമ്മമാർക്കൊക്കെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. മക്കളെയൊക്കെ സ്നേഹിക്കുന്നവരാണ്. ചെറുപ്പക്കാരായ മക്കളെയൊക്കെ നല്ലോണം സ്നേഹിക്കണം. അവരെ കടുപ്പത്തിൽ വാക്കൊന്നും പറയരുത്. ഉമ്മാരുടെ അങ്ങനത്തെ മോശമായ വാക്ക് കിട്ടാനും ചെറുപ്പക്കാർ കുട്ടികൾ മത്സരിക്കരുത്. നമ്മുടെ നാട്ടിലൊരു ഉമ്മ മകനും ഉമ്മ എപ്പോഴും ഫൈറ്റിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ട ട്രൗസറൊക്കെ ഇട്ടിട്ട് ഓടി പള്ളി പരക്കി കയറും. അതുപോലെ തന്നെ പള്ളിയിൽ പോകും. അങ്ങനത്തെ ചെറുപ്പക്കാരൻ മഗ്‌രിബിന്റെ സമയത്ത് കളിയും കഴിഞ്ഞിട്ട് മുണ്ടൊക്കെ ഇട്ടിട്ട് പള്ളിയിൽ പോകാതെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവർ തമ്മിൽ എന്തോ വർത്താനം പറഞ്ഞ് അങ്ങോട്ട് കൊണ്ട് തെറ്റി. അങ്ങനെ ഇറങ്ങി പോവാണ് ഈ ചെറുപ്പക്കാരൻ. ഉമ്മാനോട് ദേഷ്യം പിടിച്ച് ഉടക്കിയിട്ട്. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, അവിടെ ഒരു വലിയ മുത്തുപ്പാറ എന്ന് പറഞ്ഞു. മുത്തുപ്പാറാവിലെ എന്റെ ബർക്കത്തുകൊണ്ട് നിന്റെ മയ്യത്ത് വരെ ഇങ്ങോട്ട് കയറാണ്ടായിക്കോട്ടെ ഈ മകനോട്. കണ്ടോ നിങ്ങൾ, പിറ്റേ ദിവസം ഞാൻ പറഞ്ഞത്, അന്ന് ഇവൻ നേരെ വന്നിട്ട് ഇവനൊരു ചങ്ങാതി ഉണ്ട്, ബസ് ക്ലീനർ, ഈ ലോറിന്റെ ഡ്രൈവറാണ്. ഇവനാണെങ്കിൽ പാസ്പോർട്ടിന് ബാംഗ്ലൂരിന് 2 ദിവസത്തേക്ക് ലീവിന് വന്നതാ. പാസ്പോർട്ടിന് എൻക്വയറിക്ക് പോകാൻ വേണ്ടിയിട്ട്. 10-18 വയസ്സുള്ള ചെറുപ്പക്കാരൻ. നിങ്ങൾ ഈ മംഗലാപുരത്തേക്ക് രാത്രി വന്നിട്ട് ഇവിടെ നിന്ന് സുബഹിന്റെ മുമ്പ് എറണാകുളത്തേക്ക് ഈ സിമന്റ് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയിൽ പോയിട്ട് ഈ മൊഗ്രാലെത്തിയപ്പോൾ ഒരു 3-4 വർഷം മുമ്പായി സംഭവം. മൊഗ്രാൽ നിന്ന് രാവിലെ ലോറി മറിഞ്ഞ്, ഒരു മഴ, ചാറ്റൽ മഴയുള്ള സമയമാണ്. അവസാനം JCB വന്നിട്ട് 2 മണിക്കൂർ പണിയെടുത്തിട്ടാണ് ഈ ലോറിന്റെ ഡ്രൈവറെ ബാക്കിലുണ്ടല്ലോ ഉറങ്ങുന്ന ഒരു സ്ഥലം, അവിടെ ഇവൻ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കയറി ഉറങ്ങിയതാ. ഇവനെ വെട്ടിപ്പൊളിച്ചിട്ട് പുറത്തെടുത്തു. കേൾക്കണോ നിങ്ങൾക്ക്? ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ്
ആ പെട്ടിയിലൊക്കെ ആക്കിയിട്ട് കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവന്റെ ഉപ്പയും ജ്യേഷ്ഠനൊക്കെ ഗൾഫിൽ നിന്ന് വരിക. അങ്ങനെ ആ പെട്ടിയൊക്കെ ആക്കിയിട്ട് ഒരു ദിവസം മോർച്ചറിയിൽ വെച്ചു. പിറ്റേ ദിവസം ഇവന്റെ വീട് ചെറിയ വീടാണ്, സ്റ്റെപ്പ് കയറി, റോഡിൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അങ്ങനെ ഈ മയ്യത്ത് കെട്ടിലേക്ക് എടുത്തിട്ട് ഉപ്പയും ഏട്ടനൊക്കെ വന്നപ്പോ മയ്യത്തിന്റെ പെട്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോ ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് ഈ മയ്യത്തിന്റെ പെട്ടി കയറുന്നില്ല, ഈ വലിയ പെട്ടി അങ്ങോട്ട് കയറുന്നില്ല. പുറത്ത് വെച്ചിട്ട് ഒന്നുണ്ടാളുകൾ നിസ്കരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം ആ വീട്ടിലേക്ക് ഞാൻ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പിറ്റേ ദിവസം നാട്ടിന്റെ അടുത്തുള്ളവരാ അങ്ങനെ പോയി നോക്കിയപ്പോ ആ ഉപ്പ പറയാണ് ഈ ഉമ്മാനെ പറ്റിയിട്ട്, എന്റെ മോനും എന്റെ ഭാര്യ പറഞ്ഞു പോലും, ഉത്തുപ്പാറാവൂലി എന്റെ ബർക്കത്തുണ്ട്, നിന്റെ മയ്യത്ത് വരെ പെർക്ക് കയറണ്ടായിപ്പോട്ടെ, പറഞ്ഞ പോലെ എന്റെ മകന്റെ മയ്യത്തും കയറിയില്ല ഉസ്താദേ എന്ന് പറഞ്ഞ ഒറ്റ കരച്ചിലായാണ്. അല്ലാഹ്, കണ്ടോ ചില സമയത്ത് ഉമ്മമാരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ തീക്കട്ടയായി മകന്റെ തലയിലെത്തും. ഉപ്പന്റെ വാക്ക് ചിലപ്പോൾ വലിയ ഇടങ്ങേറായിട്ട് തലയിൽ വീഴും. ഉസ്താദുമാരുടെ വാക്ക് ചിലപ്പോൾ വലിയ ശാപമായി തലയിൽ. അതെങ്ങനെ വരുന്നു എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഈ പറഞ്ഞ ആള് വലിയ കരഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ പറയരുത് എന്നത് വേറെ വിഷയം. ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, അങ്ങനെ ഒന്നും നമ്മുടെ വായിൽ നിന്ന് ഒരാളുടെ വായിൽ നിന്ന് വീഴാൻ വേണ്ടി കാത്തു നിൽക്കരുത്, അങ്ങനത്തെ പണിയെടുക്കരുത്. ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നവരാകണം, ചെറുപ്പക്കാരായ മക്കളെ ശപിക്കുന്നവരാകരുത്. വായിൽ നിന്ന് വീണാൽ അതേസമയത്ത് ഈ ഉമ്മ വലിയ ആയത് കൊണ്ടല്ല, ഈ ഉമ്മ മകന് വിസ കിട്ടാൻ വേണ്ടി ഇത്ര നാളെ ഇത് വരക്കുന്ന അത് കിട്ടണം. വാലിദി അലൽ മൗലൂദ്, മക്കൾക്കെതിരെ ദ്വാരുന്ന വേഗം കിട്ടും, മക്കൾക്ക് അനുകൂലമായി തരുന്ന പണി കുറച്ചെടുക്കാനുണ്ട്. സഹോദരിമാരുടെ അടുക്കലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും സഹായിക്കണം. അള്ളാഹു റഹ്മത്താക്കി കൊടുക്കട്ടെ, അള്ളാഹു റഹ്മത്താക്കി കൊടുക്കട്ടെ. ആണുങ്ങൾക്ക് ആമീൻ പറയുന്ന ഒരു ആഫിയത്തില്ല, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സഹോദരിമാർക്ക് അള്ളാഹു തആല നല്ല റഹ്മത്ത് കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും നല്ല പൈസ ഇടണം. പൈസ എന്തായാലും കൊടുക്കും. ഞാൻ പറയുന്നത് വെറും പൈസ ഇടണമെന്നല്ല, അവര് പൊന്നിട്ടം പോലെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ കള്ളന്മാര് കട്ടുകൊണ്ട് ആചാരെ നമ്മളെ ഈ ആളുകൾ പൊന്ന് നോക്കിയിട്ട് പണ്ടൊക്കെ വീട് കുത്തി തുറന്നിട്ട് പോലെ ഇപ്പൊ കള്ളന്മാർക്ക് മനസ്സിലായി എന്റെ ഉള്ളിൽ പൊന്നില്ല, ഇതൊക്കെ ലോക്കറിൽ വെച്ചിട്ട് ബാങ്കിൽ. ഇപ്പൊ ബാങ്കാ കൊള്ളയടിക്കുന്നത്. കാരണം ഒരു 500 അല്ലെങ്കിൽ 50 പേരയിൽ കയറുന്ന പാട് കുറഞ്ഞിട്ട് ഒരു ബാങ്ക് കൊള്ളയടിച്ചാൽ, അതുകൊണ്ട് ബാങ്ക് കൊള്ളയടിക്കാൻ ഇപ്പൊ കള്ളന്മാർക്ക് ഒരു റാഹത്ത്. ഇപ്പൊ ആളുകൾ പൊന്ന് ഏടെ വെക്കണ്ടെന്ന് മനസ്സിലാണ് ബാങ്കിലും പോകുന്നു. ബാങ്കൊന്നും കൊള്ളയടിക്കാം, ബാങ്കിലും കൊള്ളയടിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ബാങ്ക് കൊള്ളയടിക്കപ്പെടുന്ന ലോകമാണ്. അതുകൊണ്ട് കൊള്ളയടിക്കാത്ത ബാങ്കിൽ വെക്കുക, കള്ളം കയറാത്ത ബാങ്കിൽ സൂക്ഷിക്കുക. ഒരു അണുമണി തൂക്കം നിങ്ങളെ ചതിക്കാത്ത ബാങ്കിൽ നിങ്ങൾ സ്വർണ്ണം നിക്ഷേപിക്കുക. അതേത് ബാങ്കാ? അത് അള്ളാഹുവിന്റെ ബാങ്കാണ്. അവിടെ ഒരു ചെറിയ അണുമണി തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ചതിക്കൂല, നിങ്ങളെ പറ്റിക്കൂല, അവിടെ കള്ളം കയറൂല. ഞാനിത് തമാശക്കൊന്നും പറഞ്ഞതല്ല. ഞാനൊരു വീട്ടില്, മരിച്ച വീട്ടില് മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് പോയി, ജോലി ചെയ്യുന്ന സ്ഥലത്ത്. അവിടെ എത്തിയപ്പോ ആ വീട്ടുകാർ, ഞാൻ അവിടെ കയറി യാസീനോദിട്ട് ദ്വാരന്നിട്ട് പുറത്തിറങ്ങുമ്പോ 1-2 തെങ്ങിന്റെ അടിയിൽ നിന്നിട്ട് ഇങ്ങനെ കുശു സംസാരം. വലിയ പൈസക്കാരനായ ആളുകളുടെ ഉമ്മയാണ് മരിച്ചിരിക്കുന്നത്. ആ ഉമ്മ ആ മഹലിൽപ്പെട്ടതല്ല, ഉമ്മാന്റെ ഇളയ മകൾ ആ മഹലിലുണ്ട്. ആ മകളുടെ അടുക്കലേക്ക് 2 ദിവസം മുമ്പ് എന്തോ ഒരു ഫംഗ്ഷന് വന്നതാണ്. മൂത്ത മകളുടെ വീട്ടിൽ ഈ ഉമ്മാമ അവിടെ വന്നിട്ട് എന്തോ പെട്ടെന്ന് രോഗമായിട്ട് മരണപ്പെട്ടു പോയതാണ്. വിഷയം എന്താണെന്നറിയോ? ഇവരെ മക്കളും ആങ്ങളമാരും ഇവരുടെ ഉമ്മാന്റെ മൂത്ത മക്കളൊക്കെയും കൂടിയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഈ മക്കളോട് ചോദിക്കുന്നു, ഉമ്മാന്റെ ശരീരത്തിലുണ്ടായ പൊന്നവിടെ? ഇതാണ് വിഷയം. പക്ഷേ ഈ മകൾ ഉമ്മ മരിച്ചപ്പോ ഉമ്മാന്റെ കാതിലും കഴുത്തിലും ഒക്കെ ഉള്ളത് വളയൊക്കെ ഊരിയിട്ട് എവിടെയോ വെച്ചിരിക്കുന്നു. ഈ ഇളയ മകൾ സങ്കടം കൊണ്ട് കരയാണ്. അതിന്റെ ഇടയില് ആങ്ങളമായി ഈ പെണ്ണിന്റെ ആങ്ങളമാരും മക്കളൊക്കെ വന്നു, എവിടെ ഉമ്മാന്റെ പൊന്ന്? അപ്പൊ ഇവള് പറയുന്നത് അത് വെക്കേണ്ട സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പാണോ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ദുനിയാവിന്റെ പോക്ക് ഉള്ളവർക്കല്ലേ ഈ ഗൗരവവും കനമൊക്കെ മനസ്സിലാകൂ. ഉമ്മാന്റെ കഴുത്തിലും കാതിലുള്ള പൊന്ന് പോകുന്നതിനെ പറ്റി ഇവർക്ക് സംസാരം. ഉമ്മ മരിച്ചിട്ട് കിടക്കാണ്, ഉമ്മയുടെയും പോലാന്ന് ഇവർക്കറിയാം. അതേസമയത്ത് ഉമ്മാന്റെ പൊന്ന് ചർച്ച ചെയ്യുകയാണ് ഉമ്മ മരിക്കുന്നതിന് മുമ്പ്. എന്റെ വീട്ടിന്റെ അടുത്ത് അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ,
ഒരാൾ മരണപ്പെട്ടു പോയി. ആ മരിച്ച വീട്ടിൽ ഉമ്മ ഇദ്ധരിക്കുകയാണ്. അപ്പൊ എന്റെ ഭാര്യ ആ വീട്ടിൽ ഇങ്ങനെ ഇടക്കിടക്ക് പോകും ആ ഉമ്മനെ കാണാൻ. ഒരു ദിവസം എന്റെ ഭാര്യ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. ആ ഉമ്മ പറയാണ്, എന്റെ ഇദ്ദ കഴിയാൻ എന്റെ മക്കൾക്ക് നേരില്ല. എന്റെ ഈ നിസ്കാര കുപ്പായത്തിൽ എന്നെ 2-3 പ്രാവശ്യം രജിസ്റ്റർ ഓഫീസിലും ആധാർ എഴുതുന്ന സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഒപ്പിടാൻ വേണ്ടി പറയാണ് മക്കള്. ഒരാൾക്ക് കട കിട്ടണം, ഒരാൾക്ക് കോട്ടേഴ്സ് കിട്ടണം, ഒരാൾക്ക് റബ്ബർ തോട്ടം കിട്ടണം, തെങ്ങും തോപ്പ് കിട്ടണം. ഇതിന് 4 മാസവും 10 ദിവസവും കാത്തു നിൽക്കാൻ മക്കൾക്ക് സമയമില്ല. എന്നെ കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മളെ മക്കൾ നമ്മളെ മറന്നാലും മറക്കാത്തൊരു വിഭാഗമാണ് ആലിമീങ്ങൾ, ഉസ്താദുമാര്. അതുപോലെ തന്നെ പള്ളിയും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ. നമ്മളെ മക്കൾ നമ്മളെ മറന്നാലും അവർ നമ്മളെ ഖബറിനെടുക്കൽ വന്നിട്ടില്ലെങ്കിലും ഈ ഖബറിൽ നമുക്ക് പ്രകാശമായി കിട്ടാനാണ് സ്വതക്കകൾ കാരണമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ സാധനം നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിലേക്ക് നിങ്ങൾ സംഭാവനയാക്കുക. അർഹമുർറഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖബറിൽ നമുക്ക് പ്രകാശമായി, സിറാത്ത് കടക്കുമ്പോൾ നമുക്കൊരു വാഹനമായി, നാളെ ഹൗദുൽ കൗസർ വാങ്ങി തരാൻ ഒരു സബബായി, നാളെ ഹബീബായ തങ്ങളുടെ മുറാഫഖ കിട്ടാൻ ഒരു കാരണമായി, നാളെ സ്വർഗ്ഗത്തിൽ തന്നെ സ്വർണ്ണമണിയാൻ ഒരു കാരണമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സഹോദരിയുടെ ഖൽബിൽ ഈമാനുള്ള ഒരു ഉമ്മാന്റെ ഖൽബിൽ ഈ സന്ദേശം എത്തിയിട്ട് ഒരു കഷ്ണം പൊന്നെങ്കിലും ഈ സദസ്സിലേക്ക് എത്തിയാൽ അൽഹംദുലില്ലാഹ്, ആ ഉമ്മാക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആ സഹോദരിക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകട്ടെ. എല്ലാ സന്തോഷങ്ങളുടെയും സഹകരിക്കാൻ വേണ്ടി ഉമ്മമാർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് മക്കളെ, ചെറുപ്പക്കാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിലേക്ക് കൈ പൊങ്ങൂല, പൊങ്ങണ്ടെന്ന് പറഞ്ഞ പിന്നെ അവന് കൈ പൊങ്ങിയില്ല. ഇതൊരു ചെറുപ്പക്കാരനാണ് എന്നാണ് നിങ്ങൾക്ക് കേൾക്കണോ? ഈമാനുള്ള മറ്റൊരാള് റസൂലുള്ളാഹിന്റെ വഅദ് നടക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലതാ സ്വർണത്തിന്റെ മോതിരം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. ഉമ്മമാരെ, നരകത്തിലെ തീ കഷ്ണമായിട്ട് സ്വർണത്തിലെ ഈ സ്വർണം വരണ്ട, അത് സ്വർഗത്തിലായിട്ട് വരട്ടെ. ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലെ സ്വർണത്തിന്റെ മോതിരം ഹബീബായ തങ്ങളത് ഊരിയിട്ട് വലിച്ചങ്ങ് എറിയുന്നു. ഊരടാന്ന് പറയല്ല, അത് ഇടണ്ടെന്ന് പറയല്ല, അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ അത് ഊരിയിട്ട് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് മുത്തായ തങ്ങളെ ചോദ്യം, നരകത്തിലെ തീ കഷ്ണം ആഭരണമാക്കിയിട്ട് കയ്യിലണിഞ്ഞു വന്നിരിക്കുകയാണോ? ഇത് ചോദിച്ചിട്ട് മുത്തുനബി സദസ്സിൽ നിന്നങ്ങ് പോയപ്പോ ഈ സ്വഹാബിന്റെ കൂട്ടുകാരായ മുഅ്മിനീങ്ങളായ മറ്റു സ്വഹാബികൾ അവർ ഈ ചെറുപ്പക്കാരനായ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങളത് എടുത്തോളൂ, നിങ്ങൾക്കത് ഉപകാരപ്പെടും. പെണ്ണുങ്ങൾക്ക് ധരിക്കാലോ, സദഖ ചെയ്യാലോ, ഹദിയ കൊടുക്കാലോ. നിങ്ങൾ ധരിക്കുന്നതിനെയാണ് റസൂലുള്ളാഹി തങ്ങൾ ആക്ഷേപിച്ചത്. നിങ്ങളത് എടുത്തോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ കേൾക്കണേ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഹബീബായ തങ്ങളെ പ്രണയിക്കുന്ന സ്വഹാബികളുടെ മറുപടി, ഈമാനുള്ള ചെറുപ്പക്കാരനായ സ്വഹാബിന്റെ മറുപടി, അല്ലാഹുവിനെ തന്ന സത്യം ഞാനത് എടുക്കൂല. നിശ്ചയം അത് വലിച്ചെറിഞ്ഞത് അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂല് വലിച്ചെറിഞ്ഞ സ്വർണ്ണമോതിരം എന്റെ കൈ കൊണ്ട് ഞാൻ തൊടൂല. വലത്തെ കൈ കൊണ്ട് തിന്നടാന്ന് പറഞ്ഞവന് സാമ്പത്തിക നഷ്ടമില്ല, ഒരു നഷ്ടവും ഇല്ല. അതേ സമയത്ത് സ്വർണ്ണമോതിരം വിലപിടിപ്പുള്ളതല്ലേ, അത് വലിച്ചെറിഞ്ഞിട്ട് അതെന്റെ കൈ കൊണ്ട് തൊടണ്ട, അത് അല്ലാഹുവിന്റെ റസൂൽ ഉരിക്കളഞ്ഞതാണ്. കണ്ടോ, ഈമാനുള്ളവരുടെ കൽബിൽ പെട്ടെന്ന് തന്നെ ഫലം ചെയ്യും, ഈമാനില്ലാത്തവർക്ക് ഫലം ചെയ്യൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് തന്ന് നമ്മളെ അനുഗ്രഹിച്ചു, നിഅമത്ത് തന്ന് അല്ലാഹു അനുഗ്രഹിച്ചു. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. ഓ ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, ചെറുപ്പക്കാരെ, ഒരു സ്ഥലത്തും അല്ലാഹു നമ്മളെ വെറുതെ ആക്കിയില്ല, ഒരു സ്ഥലത്തും അല്ലാഹു നമ്മളെ കോലം കെടുത്തിയില്ല, ഒരു സ്ഥലത്തും അല്ലാഹു നമ്മളെ പരാജയപ്പെടുത്തിയില്ല. നമ്മുടെ മക്കളോട് നമുക്ക് വെറുപ്പെന്തിനാണ്? നമ്മുടെ മക്കൾ നമ്മളോട് ശകാരിക്കുന്ന ചെറിയ മക്കള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കുമ്പോ അവർ കഴിക്കുന്നില്ല, ഉമ്മാക്ക് ദേഷ്യം പിടിക്കാണ്, മക്കൾക്ക് ഇങ്ങോട്ടും ദേഷ്യം പിടിക്കുകയാണ്. എന്നാൽ മക്കൾക്ക് ഭക്ഷണം ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടാവോ? അല്ലാഹു തആല എല്ലാവരുടെയും ദാരിദ്ര്യം മാറ്റി തരട്ടെ, ദാരിദ്ര്യം അല്ലാഹു മാറ്റി തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് എത്ര വീടുകളാണ് പട്ടിണി കിടക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ അറിയില്ലേ? ഒരു ചെറിയ ചെറ്റപ്പൊര അങ്ങനത്തെ എത്രയോ വീടുകൾ. ആ വീട്ടിൽ ഒരു ഉമ്മ ഇങ്ങനെ പാത്രത്തിലതാ ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു.
കൊണ്ടിരിക്കുന്നു. ഭക്ഷണം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അപ്പുറവും ഇപ്പുറവും ചെറിയ മക്കളുണ്ട്. ആ മക്കൾ ഉമ്മാന്റെ ശരീരത്തിൽ കാലിനിങ്ങനെ അടിച്ചിട്ട് ചോദിക്കും, ഉമ്മ എന്തേ ഭക്ഷണം വിളമ്പാത്തത്, ഉമ്മ എന്തേ ഭക്ഷണം വിളമ്പിത്തരാത്തത്? കരഞ്ഞോണ്ട് മക്കൾ ചോദിക്കാണ്. അപ്പൊ ഉമ്മ മക്കളോട് പറയുന്നു, മക്കളെ ഇപ്പം ശരിയാക്കി തരാ, ഇപ്പോൾ വിളമ്പിത്തരാ. പാതിരാ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ മക്കൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, വൈകുന്നേരം ചായ കുടിച്ചിട്ടില്ല, പച്ചവെള്ളത്തിൽ ജീവിക്കുകയാണ്. എന്താണ് ഈ വെക്കുന്ന സാധനം? പായസമല്ല, ബിരിയാണിയല്ല, നെയ്ച്ചോറല്ല, മോനെ ചൂടുവെള്ളമാണ് കേട്ടോ. കരയുന്ന മക്കളെ ആശ്വസിപ്പിക്കാൻ, അവരതാ ഉറങ്ങിപ്പോകാൻ ഉമ്മ വെറുതെ പച്ചവെള്ളം എടുത്തിട്ട് അടുപ്പിൽ വിറക് കത്തിച്ചിട്ട് അതിലിങ്ങനെ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? ഇതിന് ഭക്ഷണമുണ്ടോ എന്ന് മക്കൾ വിചാരിച്ചിട്ട് അവർ ഉറങ്ങിപ്പോകാൻ. ഉമ്മാനോട് ചോദിക്കുക, എന്തേ ഉമ്മയെ വിളമ്പാത്തത്? ഉമ്മ കണ്ണീരിടക്കിടക്ക് തുടക്കുന്നു. ഈ മക്കൾ ഉറങ്ങാതെ ഉമ്മാക്ക് നിർത്തിക്കൂടാ. അവസാനം ഒരു കുട്ടി, ചെറിയ കുട്ടി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയപ്പോ ആ കുട്ടിയെ നെഞ്ഞോട് ചേർത്ത് വെച്ച് പുൽപ്പായിലേക്ക് നടന്നു. അവിടെ ആ കുട്ടിയെ ചലിച്ചു കിടത്തി സ്വലാത്ത് ചൊല്ലി മുട്ടി 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 ഉറപ്പ് വരുത്തിയിട്ട് ഉമ്മ തിരിച്ചു വന്നു. അപ്പുറം ഇപ്പുറവും മക്കളെ ഇരുത്തിയിട്ട് പിന്നെ ഇളക്ക് തന്നെ. സ്വഹാബികൾ പലരും പറയുന്നു, അങ്ങനെ എത്രയോ വീടുകളിൽ ഉമ്മമാര് വെള്ളമിളക്കിക്കൊണ്ടിരിക്കുമ്പോ പള്ളീന സ്വലാത്തു ഖൈറും മിനൻ നൗം, സുബ്ഹിന്റെ വാങ്ക് വിളിക്കുന്നു. ഇശാ നിസ്കരിച്ചിട്ട് തുടങ്ങിയതാണ് ഈ മക്കളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണപാത്രം വെറുതെ കയ്യിലിട്ടിളക്കുന്ന ഉമ്മാന്റെ പണി. ആ ഉമ്മമാർക്ക് ഉറക്കമില്ല. അതേ സമയത്ത് ആ ഉമ്മമാരൊന്നും റസൂലുള്ളാഹിനെ മറന്നില്ല, ആ ഉമ്മമാരൊന്നും അല്ലാഹുവിനെ മറന്നില്ല. അവരാരും ഈമാനിൽ നിന്നും ഒരു ലവലേശം പുറകോട്ട് പോയില്ല. എന്റെ ചെറുപ്പക്കാരോട് ഞാനൊരു വാക്ക് പറഞ്ഞു നിർത്തുന്നു, ഉമ്മമാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സംഭാവന ചെയ്യണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം, അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണം. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിലെ ചെറുപ്പക്കാരെ കൂട്ടത്തിൽ വലിയ ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ളവൻ, സൗന്ദര്യമുള്ളവൻ, ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന അങ്കലാവണ്യമുള്ളവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപസാദൃശ്യമുള്ളവൻ, കുളിച്ചിട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിലെ വസ്ത്രം ധരിക്കുന്നത് പോലെ അത്ര പണമുള്ള വസ്ത്രം മറ്റുള്ളവർ ധരിക്കാറില്ല. നല്ല പൈസന്റെ ഡ്രസ്. ഉമൈർ എന്ന ബാപ്പ കോടീശ്വരനാണ്, ഉമ്മയും കോടീശ്വരിയാണ്. നല്ല പവറുള്ള കുടുംബം. അതാ അത്രം പൂശിയിട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നടക്കുമ്പോ കിളിവാതിൽ തുറന്നിട്ട് വിരികൾ മാറ്റിയിട്ട് പെണ്ണുങ്ങള് മുസ്അബ് തങ്ങൾ നോക്കുമായിരുന്നു, ഓടിക്കണ്ണിട്ടിട്ട്. അത്ര വലിയ സൗന്ദര്യമാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്. ഓ സഹോദരങ്ങളെ, ഒരു ദിവസം തന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ദാറുൽ അർഖമിൽ അൽ അമീൻ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ആ ക്ലാസ്സിലൊന്ന് പോയി പങ്കെടുത്താലോ? ഒന്ന് പോയി നോക്കാം. അൽ അമീൻ നല്ല സത്യസന്ധനായ മനുഷ്യനാണ്. പോയി നോക്കുമ്പോ എന്തൊരു തേജസ്വിനിയായ രൂപമാണ്. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. തന്റെ ഇച്ഛകൾക്കനുസരിച്ച്, തന്റെ താല്പര്യമനുസരിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സംസാരം മുഴുവനും നബുവത്തിന്റെ നാവ് കൊണ്ട് മാത്രം ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ഉപയോഗിച്ച മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ കേട്ടു, ഹബീബായ തങ്ങളുടെ ഉപദേശം കേട്ടു. മുസ്അബ് തങ്ങൾ ദീനിൽ മെമ്പർഷിപ്പ് എടുത്തു. ക്ലാസ്സിനിടക്കിടക്ക് പോകാൻ തുടങ്ങി. പിന്നെ നിത്യ സന്ദർശകനായി. ഉമൈറാണെങ്കിലും മുസ്ലിമീങ്ങളെ കൊല്ലാൻ നടക്കുകയാണ്. ഉമ്മയും ഉപ്പയ്ക്കും വലിയ ശത്രുതയാണ്. ഉമൈറിനോട് ഒരാൾ ചോദിക്കുന്നല്ല, നിങ്ങൾക്ക് മുഹമ്മദ് നബിയോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ ഈ ചോദിച്ച ആള് പറയും, നിങ്ങളെ മകൻ മുസ്അബിനെ കണ്ടോ? നിങ്ങൾ മുസ്അബ് മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചല്ലോ. ഉമൈറിന് അടി കിട്ടിയതുപോലെയായി പോയി. ഉമൈർ മകനെ വിളിച്ചു. മുസ്അബ് തങ്ങളെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തു. മുസ്അബ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, പ്രപഞ്ചം പടച്ചു പരിപാലിക്കുന്ന കഅബയുടെ രക്ഷിതാവേകനായ അല്ലാഹ്
ഹബീബായ തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വാപ്പാ. നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച റബ്ബ് ഏകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുത്തുനബി അല്ലാഹുവിന്റെ ദൂതനാണ്. ഉമ്മയും ബാപ്പയും വിശ്വസിക്കണം. ആഖിറം രക്ഷപ്പെടാൻ കാർക്കിച്ച തുപ്പാണ് ഉപ്പയും ഉമ്മയും കൂടിയിട്ട് മകനെ റൂമിലിട്ട് പൂട്ടി പട്ടിണി കിടത്തി. ബഹുമാനപ്പെട്ടവര് ഏശിയില്ല, പ്രലോഭനങ്ങൾ നടത്തി, ഭീഷണി നടത്തി വീണില്ല. ഭക്ഷണം അവർ കൊടുക്കാഞ്ഞിട്ടും കഴിക്കാതെയായി. അതേ സമരത്തിൽ ജീവിച്ചു ബഹുമാനപ്പെട്ടവര് വീട്ടിന്റെ ഉള്ളിൽ. അവസാനം സമരത്തിൽ വിജയിച്ച് പുറത്തിറങ്ങിയിട്ട് പോകാണ്. വീട്ടൊന്ന് പുറത്താക്കുകയാണ്. നിനക്ക് സ്വത്തില്ല, അവകാശമില്ല, നിനക്ക് പോകാം. മുസ്അബ് തങ്ങൾ കോടിക്കണക്കിന് ഉപ്പാന്റെ ആസ്തി ഉമ്മാന്റെ ആസ്തി ഒന്നും ആലോചിച്ചില്ല. ഇറങ്ങിയുള്ള ഡ്രസ്സോടുകൂടി നടന്നങ്ങ് പോകാണ്. പോകുമ്പോ കൽബിന്റെ ഉള്ളിൽ തോന്നലല്ല, ഉപ്പാന്റെ മുഖം തീപ്പന്തം പോലെ കത്തി നിൽക്കാണ്. കണ്ണുകൾ നോക്കാൻ പറ്റണില്ല. ഉമ്മക്കെങ്കിലും മനസ്സിലൊരു ഒരു ചെറിയ വേദന ഉണ്ടാവുമോ? മോൻ പോകുമ്പോ ഇല്ല. ഉമ്മതിനെക്കാളും ഗൗരവത്തിൽ നിൽക്കുകയാണ്. ഒരൽപ്പം മുന്നോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മുന്നോട്ട് പോയപ്പോ പെട്ടെന്ന് മകനെ വേക്കുന്നൊരു വിളി, മുസ്അബേ മുസ്അബേ. ഉമ്മ വിളിച്ചപ്പോ മുസ്അബ് റളിയല്ലാഹു അൻഹു ഖൽബിൽ എന്തോ ഒരു സമാധാനം വന്ന പോലെ ഒന്ന് തിരിഞ്ഞിട്ട് വീട്ടിന്റെ അടുക്കിലേക്ക് നടന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു അടുത്തെത്തിയപ്പോ ഉമ്മ വിളിച്ചത് സ്നേഹിക്കാനല്ല, അഴിക്കടാ വസ്ത്രം, ഞങ്ങളുടെ സ്വത്തൊന്നും നിനക്കില്ല, നീ ഇട്ടിരിക്കുന്ന വസ്ത്രം നിന്റെതല്ല, അഴിക്കടാ. ഉമ്മ പറഞ്ഞിട്ട് വസ്ത്രം അഴിച്ചു കൊടുത്തു. കീറിപ്പറിഞ്ഞ ഒരു കരിമ്പടമെടുത്ത് ശരീരത്തിൽ ഔറത്ത് മറച്ചിട്ട് ഇലാ ഹളറത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക്, ഹബീബായ തങ്ങളെ ഹളറത്തിലേക്ക് വന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു ഇത്യോപ്യയിലേക്ക് ഹിജ്റ പോയി. പിന്നീട് മദീനയിലെത്തി. ചരിത്രം വിശാലമാണ്, ഞാൻ ഇങ്ങോട്ടൊന്നുമില്ല. ഓ സഹോദരങ്ങളെ, ഉഹദ് രണാങ്കണത്തിൽ ഹബീബായ തങ്ങളുടെ പിന്നാലെ പാറ പോലെ ഉറച്ചു. യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ധിക്കാരിയായ മനുഷ്യൻ വന്നു ഹബീബായ തങ്ങളെ ഒന്ന് വെട്ടിയതാണ്. മുസ്അബ് തങ്ങളെ ഇടയിലൂടെ അങ്ങ് പാസ് ചെയ്ത് ഹബീബായ തങ്ങളെ രക്ഷിച്ചതാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ വെട്ടുകൊള്ളേണ്ടടുത്തു കൊണ്ടു. മുസ്അബ് തങ്ങൾ ഷഹീദായി നിലത്ത് വീണുപോയി. ഹബീബായ തങ്ങൾ ഒരു കുഴിയിലേക്ക് മറിഞ്ഞു. മുത്തുനബിയെ കാണാതെയായി. ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഇന്നീ ഖതൽതു മുഹമ്മദാ, ഞാൻ മുഹമ്മദ് നബിയെ നിശ്ചയം കൊന്നിരിക്കുന്നു. സ്വഹാബികൾ എന്നെ പരിഭ്രമിച്ച സമയമാണ്. ഹബീബായ തങ്ങളെ സ്വഹാബികൾ കൈപൊക്കി കരയിലേക്ക് വെച്ചിട്ട് ഹബീബായ തങ്ങളെ കഅബ പോലെ നടുക്ക് നിർത്തിയിട്ട് ചുറ്റുഭാഗത്തും കറങ്ങിയിട്ട് ഹബീബായ തങ്ങളെ ചുണ്ടുപൊട്ടിയിട്ട് ചോര ഒഴുകിയപ്പോ മുത്തുനബിക്ക് അവര് ജുന്നത്ത് കവചം തീർത്തിട്ട് സ്വഹാബികൾ രക്ഷകരായി നിന്നു. അവസാനം യുദ്ധം കഴിഞ്ഞു. 70 സ്വഹാബികൾ ഷഹീദായ ഉഹദ് യുദ്ധം, ബദറിലെ വിജയം, കൈപ്പുനീരായ ഉഹദിൽ തിരിച്ചടിയായപ്പോ ഹബീബായ തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ശുഹദാക്കളെ തെരഞ്ഞുപിടിച്ചു. ശുഹദാക്കളെ കണ്ടെത്തിയിട്ടവരം കഫൻ ചെയ്ത് മറമാടുകയാണ്. മുസ്അബ് തങ്ങളെ എടുത്തു നിർത്തുമ്പോ ഹബീബായ തങ്ങളെ കണ്ണിന് വല്ലാത്ത സങ്കടം. തന്നെ പോലെയാണ് ആളുകൾ പറയുന്ന രൂപസാദൃശ്യമുള്ള മുസ്അബിനെയാണ് കടത്തിയിരിക്കുന്ന. മക്കത്തെ വലിയ പണക്കാരുടെ മകനാണ്, ഒന്നുമില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞ് താമസിപ്പിക്കണ്ട, മുസ്അബിനെ കഫം കൂടെ ഒരുക്കിയിട്ട് കഫൻ ചെയ്തിട്ട് നമുക്ക് കബറെടുക്കാം. കഫം കൂടെ കൊണ്ടുവന്ന് നോക്കുന്നു. തലയുടെ ഭാഗത്ത് മൂടി നോക്കുമ്പോ കാലുവളിയിൽ നീളം പോരാ. തലന്റെ ഭാഗത്ത് നിറങ്ങിപ്പോവുകയാണ്, നീളം പോരാ, മുഖം വെളിയിലാകുന്നു. ഇതങ്ങ് കണ്ടപ്പോ ഹബീബായ തങ്ങളുടെ കൽവങ്ങ് പൊട്ടിപ്പോയി. എത്ര വലിയ സമ്പന്നനായ സ്വഹാബി, എത്ര വലിയ പണക്കാരൻ ഇറങ്ങി വരുമ്പോ കയറി പുതച്ച കരിമ്പൊടർഞ്ഞിടും ഇട്ട വസ്ത്രം പോലും ഉമ്മയും പയും പിടിച്ചു വെച്ച് ഒന്നുമില്ലാതെ വന്നിട്ടൊന്നും സമ്പാദിക്കാനില്ല. പോകുമ്പോ ഒരു കഫം പുട പോലും ഖബറിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ പാവപ്പെട്ട സ്വഹാബി മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കഫം പുട തികയാതായപ്പോ ഹബീബായ തങ്ങളെ കണ്ണുനീരൊഴുകിയിട്ട് കവിൾത്തടത്തിലൂടെ താടിരോമങ്ങളിലൂടെ ഈ കണ്ണീർ കണങ്ങൾ താഴെ അങ്ങേറ്റി വീഴുന്നത് കണ്ടപ്പോ ചുറ്റുഭാഗത്തുനിന്ന് സ്വഹാബികൾ അങ്ങ് കരയാൻ തുടങ്ങിയപ്പോ ഹബീബായ തങ്ങൾ ഇടപെട്ടില്ല. തബക്കൂ, നിങ്ങൾ കരയല്ല, പെട്ടെന്നൊരൽപ്പം പുല്ല് മുറിച്ചു കൊണ്ടുവരൂ. പുല്ല് മുറിച്ചു കൊണ്ടുവന്നു, പച്ചയിലകൾ മുറിച്ചു കൊണ്ടുവന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തും തലയുടെ ഭാഗത്തും ഈ തുണിയങ്ങ് കൊണ്ട് മൂടി. കാലിന്റെ ഭാഗത്ത് പുല്ല് വെച്ചിട്ട് കഫം പുടയൊരുക്കി
പുല്ല് വെച്ച് മറച്ചിട്ട് കഫൻ ചെയ്ത് ഖബറടക്കി. വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ മുമ്പിൽ രാവിലെ നാസ്ത കൊണ്ടു കൊടുക്കുകയാണ് മകള്. അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നാസ്ത കൊണ്ട് കൊടുത്തിട്ട് കയ്യും കഴുകിയിട്ട് വായ കഴുകിയിട്ട് നാസ്തയുടെ മുമ്പിൽ അങ്ങിയിരുന്നപ്പോ പെട്ടെന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഓർത്തെടുത്ത് പറയുന്നു, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറും മിന്നീ. മുസ്അബ് ഷഹീദായി പോയി. അവരെന്നെക്കാൾ എത്ര ഖൈറായ ആളായിരുന്നു. സ്വർഗം കണ്ട് അള്ളാന്റെ റസൂൽ ഉറപ്പിച്ച് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാ, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ. മുസ്അബ് ഇബ്നു ഉമൈർ ഷഹീദായി, ഇന്നലെ ഷഹീദായ, എത്രയോ കൊല്ലം മുമ്പ് ഷഹീദായ മുസ്അബ് തങ്ങൾ ഓർത്തെടുത്തിട്ട് പറയാ, വഹുവ ഖൈറും മിന്നീ. അവനെന്നെക്കാൾ എത്ര ഖൈറായിരുന്നു. വലിയ പണക്കാരനായി ജനിച്ച് മരിച്ചിട്ട് ഖബറിലേക്ക് കൊണ്ടുപോകും. ശരീരം മുഴുവനും മറക്കുന്ന ഒരു തുണി പോലും കഫൻ പുട ഒരുക്കാനില്ലാതെ തലമറച്ചപ്പോ കാലുവളിയിൽ, കാലുമറച്ചപ്പോ തലവളിയിൽ, അവസാനം തലമുറച്ചിട്ട് കാലിന്റെ ഭാഗത്ത് പുല്ല് വെച്ചിട്ട് ഖബറടക്കിയല്ലോ റബ്ബേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ സങ്കടം ആ സ്വഹാബികൾക്കൊക്കെ നീ ആഖിറത്തിൽ സ്വർഗ്ഗത്തിലും ഫലം കൊടുത്തു. ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം, രാവിലെ നാസ്ത, ഉച്ചക്ക് ചോറ്, രാത്രിയിൽ എത്ര തരം ഭക്ഷണം. ഓ മോനെ, ഈ സന്തോഷങ്ങൾ അല്ലാഹു നാളെ ചോദിക്കൂലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കുന്നത്, ഈ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ അല്ലാഹു നമുക്ക് തന്നിട്ട് ആഖിറത്തിലൊന്നും തരാതെ നമ്മുടെ ഇബാദത്തിന്റെ കൂലി ഇവിടെ തന്നെ തന്നിട്ട് അല്ലാഹു തീർക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കരഞ്ഞുകൊണ്ട് കണ്ണുനീര് തുടച്ചു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ നാസ്ത കഴിക്കാതെ എഴുന്നേറ്റ് പോയി. ഈ മഹാന്മാരെ നമുക്ക് സ്വർഗത്തിൽ കാണണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഹബീബായ തങ്ങളെ കണ്ടു കിട്ടണം. അതിന് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സ്വഹാബികളെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടേതാണ് യഥാർത്ഥ ജീവിതം, അവരുടേതാണ് യഥാർത്ഥ സ്നേഹം. നമ്മൾ വെറുതെ പറയല്ലേ നമ്മൾ സ്നേഹിക്കണം, ഹബീബായ തങ്ങളെ സ്നേഹിക്കാണെന്ന് പറയും, ഹബീബായ തങ്ങളെ സ്വപ്നം കാണുമെന്ന് നമ്മൾ പറയും. ഉറങ്ങുമ്പോ നമ്മൾ ടിവിയും കണ്ടിട്ട് ഉറങ്ങും, പാട്ടും കേട്ടിട്ട് ഉറങ്ങും, മൊബൈലിൽ പലതും കണ്ടിട്ട്, അതാ ഹാൻഡ്സെറ്റ് കിശയിൽ വെച്ചിട്ട്, ഹാൻഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട്, ഇതിങ്ങനെ ആരും കാണാതെ പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് ചാലുവാക്കിയിട്ട് കണ്ടിട്ട് പാട്ട് കേട്ടിട്ട് അശ്ലീല ക്ലിപ്പും കണ്ടിട്ട് ഉറങ്ങുന്ന ചെറുപ്പക്കാരാ, നീ ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് എന്താണോ ഉറപ്പുള്ളത്? അല്ലാഹു നമ്മൾ നന്നാക്കി തരട്ടെ. പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്ന പെണ്ണേ, ഭർത്താവ് ബെല്ലടിച്ചിട്ട് നീ എഴുന്നേറ്റിട്ട് പോയിട്ട് പറയാ, ഞാൻ ഇങ്ങനെ പാട്ടും കേട്ട് ഉറങ്ങിപ്പോയി, നിങ്ങളെ ബെല്ല് കേട്ടിട്ടാ അറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹി അൽദി അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശൂർ. രാവിലെ എഴുന്നേറ്റിട്ട് എന്താ പറയുന്നത്? മരിച്ചതിൽ നിന്ന്, മരണത്തിൽ നിന്ന് ജീവിപ്പിച്ച റബ്ബേ നിനക്ക് ഹംദ്. അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം? അല്ലാഹു എന്നെ മരണത്തിൽ നിന്ന് ജീവിപ്പിച്ചു എന്നല്ലേ പറഞ്ഞത്? ഏതായി മരണം? ഉറക്ക്. ആ ഉറക്കൊരു അഹുൽ മൗത്തല്ലേ, മരണത്തിന്റെ കൂട്ടുകാരനല്ലേ? ഉറങ്ങുന്ന ഉറക്കിൽ മരിച്ചാ പിന്നെ മനുഷ്യൻ അറിയുന്നുണ്ടോ? ഇല്ല. എന്നിട്ടും ബോധം വരുന്നില്ലല്ലോ. ഉറങ്ങാൻ പോകുമ്പോ പാട്ട് ഇട്ടിട്ട് ഉറങ്ങും, ഉറങ്ങാൻ പോകുമ്പോ സിനിമ കണ്ടിട്ട് ഉറങ്ങും, ഉറങ്ങാൻ പോകുമ്പോ മൊബൈൽ കണ്ടിട്ട് ഉറങ്ങാം. മോനെ, ഇന്ന് മതിയാക്കിക്കോളണം. ഈ പള്ളിക്ക് വേണ്ടി പരിശ്രമിച്ചവർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ പള്ളിയുടെ മുമ്പിൽ ഈ വഅദൊരുക്കിയവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഈ സദസ്സിൽ വന്നിരുന്ന നമ്മളെ മുഴുവൻ അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാനിത് വെറുതെ ഒരു വാചക കസർത്ത് നടത്തിയതല്ല. ഓ മക്കളെ, നമ്മുടെ ഖൽബ് കൊണ്ട് നമ്മൾ ഇത് ഏറ്റെടുക്കണം. ഉപകാരപ്പെടുന്ന മജ്ലിസായി അല്ലാഹു നമ്മുടെ മജ്ലിസുകളെ മാറ്റി തരട്ടെ. ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. എല്ലാവരും എഴുന്നേൽക്കൊരു 3 സ്വലാത്തുൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.